15 വർഷങ്ങൾക്ക് മുമ്പ് ഒരു 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 ഷർട്ട് എടുക്കണമെങ്കിലോ ഒരു സാരി വാങ്ങണമെങ്കിലോ ആ കടയിൽ പോയി 2, 3, 4 തവണ ആ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ആ ഒരു മെറ്റീരിയൽ പിടിച്ചു നോക്കി കോട്ടൺ ആണോ പോളിസ്റ്റർ ആണോ ഒരു അരമണിക്കൂറെങ്കിലും സെർച്ച് ചെയ്തൊക്കെയാണ് ആളുകൾ വാങ്ങിയിരുന്നെങ്കിൽ ആ ഒരു മാനസികാവസ്ഥ മാറി. നിങ്ങളൊരു ഡിസ്പ്ലേയിൽ കണ്ട് സെലക്ട് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് എന്തിട്ടുണ്ട് മാറി. ഈ ഒരു ചേഞ്ച് ലോകത്ത് കൊണ്ടുവന്നത് 2010 to 2020 ലോകത്ത് ഇ കൊമേഴ്സിന്റെ ഒരു വലിയ ശക്തമായ തേരോട്ടം വന്നു. അതിനെ ബേസ് ചെയ്തിട്ട് വലിയ കമ്പനികൾ കോടീശ്വരന്മാരായി അല്ലെ കോടികൾ ആസ്തി ഉണ്ടാക്കി. അതിലൊന്നാണ് ആമസോണും ഫ്ലിപ്കാർട്ടും പോലത്തെ വലിയ കമ്പനി. അവിടെയും സമരം വന്നു. ചെറുകിടക്കാർ എന്തായി നഷ്ടപ്പെട്ടു പോകും, നശിച്ചു പോകും, അതുകൊണ്ട് ലോകം നമ്മളെ സമ്പദ്ഘടന തകർന്നു പോകും എന്നൊക്കെ പറഞ്ഞപ്പോ അതൊക്കെ കുറച്ചു കാലം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇന്നും ആ ഒരു മേഖല ശക്തമായി പോകുന്നു. അതിന്റെ ഭാഗമായ ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, കോടികൾ നേട്ടങ്ങൾ ഉണ്ടാക്കി എന്നുള്ളതാണ്. അപ്പൊ എന്ത് കാര്യവും വരുമ്പോ ഫസ്റ്റ് ആളുകൾ ക്യാപ്ചർ അത് അംഗീകരിക്കാൻ വലിയ പ്രയാസമാണ്. പക്ഷെ ഒരു സമയം കഴിയുമ്പോൾ ആളുകൾക്ക് മനസ്സിലാവും ഇനി വരുന്ന മാറ്റം ഇത് തന്നെയാണ്. അങ്ങനെ എതിർത്ത ആളുകൾ പോലും അതിന്റെ ഭാഗമാകുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. അങ്ങനെയാണെങ്കിൽ 2020 to 2030 കാലഘട്ടം അല്ലെ 2050 വരെ വിദഗ്ധർ പറഞ്ഞത് ലോകത്ത് ഇനി ശക്തമായി മാറാൻ പോകുന്നത് കമ്മ്യൂണിറ്റി കൊമേഴ്സ് എന്ന് പറയുന്ന നമ്മളൊക്കെ ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം ആണെന്ന് പറയുന്നത്. ഇവിടുത്തെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോൾ അതിന്റെ കൂടെ ഒരു എക്സ്ട്രാ ബെനിഫിറ്റ് കൂടെ ആ വാങ്ങുന്ന വ്യക്തിക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് കമ്മ്യൂണിറ്റി കൊമേഴ്സിന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഒന്നും വേണ്ട, നമ്മളൊരു ഉൽപ്പന്നം വാങ്ങുമ്പോൾ വാങ്ങുന്നവന്റെ കയ്യിൽ വിൽപ്പനക്കാരന്റെ ലൈസൻസ് കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ് കമ്മ്യൂണിറ്റി കൊമേഴ്സ്, റഫറൽ മാർക്കറ്റിംഗ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഞാൻ ഒറ്റ കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ, പുതിയ ആളുകളെടുത്ത് എനിക്ക് പറയാനുള്ളത്, ഈ ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോൾ ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ അധ്വാനിച്ച പൈസ കൊണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കുറെ ഉൽപ്പന്നങ്ങൾ നമ്മളെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. ശരിയല്ലേ? എന്തിനേറെ പറയുന്ന ഒരു പേസ്റ്റ് തീർന്നാൽ, ഒരു സോപ്പ് തീർന്നാൽ, ഒരു ബ്രഷ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വീട്ടിലേക്കുള്ള പല വ്യഞ്ജനങ്ങള് എന്തും ആയിക്കോട്ടെ നമ്മൾ വാങ്ങുന്നത് നേരിട്ട് കടയിൽ നിന്നാണ്, കമ്പനിയിൽ നിന്നല്ല. ശരിയാണല്ലേ? അപ്പോ ഉദാഹരണത്തിന് നിങ്ങൾ വീട്ടിലൊരു അലക്ക് സോപ്പ് തീർന്നു അല്ലെങ്കിൽ കുളിക്കാൻ ഉപയോഗിക്കുന്ന സോപ്പ് തീർന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും ഒരു കടയിൽ പോയിട്ട് ഒരു സാധനം വാങ്ങുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന വിലക്ക് ആ ഉൽപ്പന്നം കിട്ടാൻ സാധ്യതയുണ്ടോ? ഇല്ല. അതായത് ഒരു 50 രൂപയുടെ സോപ്പ് നിങ്ങളെ മനസ്സിൽ വിചാരിക്കുകയാണ് എനിക്ക് ഒരു 30 രൂപ കിട്ടണം എന്ന് പറഞ്ഞ് ആ കടക്കാരനോട് 30 രൂപക്ക് തരണം എന്ന് പറഞ്ഞാൽ ആ കടക്കാരൻ തീർന്നു. ട്രഡീഷണൽ ബിസിനസ്സിൽ ആ ഒരു സിസ്റ്റം ഇല്ല. അദ്ദേഹം ഇടുന്ന വിലയാണ്. ഒരു 50 രൂപയാണ്, ഒരു 48 രൂപയ്ക്കെങ്കിലും നിങ്ങൾക്ക് ആ സോപ്പ് വാങ്ങാൻ കഴിയുള്ളൂ. ഒന്ന്, നമ്മൾ ആഗ്രഹിക്കുന്ന വിലക്കല്ല ലഭിക്കുന്നത്. മീൻസ് ഒരു ഡിസ്കൗണ്ട് ആസ്വദിക്കാൻ നമുക്ക് കഴിയുന്നില്ല ട്രഡീഷണൽ ബിസിനസ്സിൽ. രണ്ടാമത്തത്, അതിന്റെ ക്വാളിറ്റി ഉറപ്പുവരുത്താൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഉദാഹരണത്തിന് നിങ്ങൾ ഒരു പേസ്റ്റ് വാങ്ങുന്നു. ഈ പേസ്റ്റിനെ പറ്റി കടക്കാരനോ കമ്പനിക്കാരനോ നിങ്ങൾ എഡ്യൂക്കേറ്റ് ചെയ്തിട്ടാണോ നിങ്ങൾ ആ പ്രോഡക്റ്റ് വാങ്ങുന്നത്? അല്ല. നിങ്ങളൊരു ബ്രാൻഡ് സെലക്ട് ചെയ്യുന്നു, ആ ബ്രാൻഡ് വാങ്ങി ഉപയോഗിക്കുന്നു, അതിന്റെ ക്വാളിറ്റി എന്താണെന്ന് നമ്മൾ നോക്കുന്നില്ല, അത് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നു, കാലങ്ങളോളം ഉപയോഗിക്കുന്നു, അത്രേ ഉള്ളൂ. പല്ല് തേക്കാൻ ഒരു പേസ്റ്റ് വേണം, അത്രേ ഉള്ളൂ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം. രണ്ടാമത്തത് ക്വാളിറ്റി എന്താണെന്ന് ഉറപ്പുവരുത്താൻ കഴിയുന്നില്ല. ഇനി ഇത് ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടി, നിങ്ങൾ മറ്റൊരാൾക്ക് അത് ഷെയർ ചെയ്യുന്ന സമയത്ത് ഒരു റവന്യൂ ജനറേറ്റ് ചെയ്യാൻ, ഒരു ഇൻകംസിന് സാധ്യത ഉണ്ടോ ട്രഡീഷണൽ ബിസിനസ്സിൽ? അവിടെയും നമുക്കൊരു വരുമാനത്തിന് സാധ്യതയില്ല. അങ്ങനെയാണെങ്കിൽ 3 കാര്യങ്ങൾ ട്രഡീഷണൽ ബിസിനസ്സിലുണ്ട്. ഒന്ന്, നമ്മൾ ഡിസ്കൗണ്ട് ആസ്വദിക്കാനോ ക്വാളിറ്റി ഉറപ്പുവരുത്താനോ അതുകൊണ്ട് ഒരു റവന്യൂ ജനറേറ്റ് ചെയ്യാനോ ട്രഡീഷണൽ ബിസിനസ്സിൽ സാധിക്കുന്നില്ല. എന്നിട്ട് പോലും നമ്മൾ ആവശ്യങ്ങൾക്ക് നമ്മൾ സെലക്ട് ചെയ്യുന്ന മേഖല പല ആളുകളും ഭൂരിഭാഗം സെലക്ട് ചെയ്യുന്നത് ട്രഡീഷണൽ ബിസിനസ്സിലൂടെയാണ് ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത്. അവിടെ നിന്നാണ് നമ്മളും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഒന്ന്, ഒരു വ്യക്തി ട്രഡീഷണൽ ബിസിനസ്സിൽ കൂടെ തന്നെ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത് ഒരു ഡയറക്ട് സെല്ലറായിട്ട് മാറിയാൽ, ഒരു ഡയറക്ട് സെല്ലിംഗ് സിസ്റ്റത്തിലേക്ക് മാറിയാൽ എന്തൊക്കെ ലഭിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, മാക്സിമം ഡിസ്കൗണ്ടിൽ വാങ്ങാൻ കഴിയുന്നു. ഉദാഹരണത്തിന് ഒരു 100 രൂപയുടെ പ്രോഡക്റ്റ് മിനിമം ഒരു 60 to 70 റുപ്പീസിനെങ്കിലും നമുക്ക് വാങ്ങാനുള്ള ഒരു സാധ്യത നമ്മുടെ ഡയറക്ട് സെല്ലിങ്ങിലുണ്ട്. ശരിയാണല്ലേ? അതായത് മാക്സിമം ഡിസ്കൗണ്ടിൽ വാങ്ങാൻ കഴിയുന്നു. ഒന്നും വേണ്ട, ഇന്നലെ പോലും ഈ ഓർഗനൈസേഷനിൽ ഇന്നലെ പോലും ഐഡിയ അടിച്ച് ഇന്ന് 306ഓളം വ്യക്തികൾ ഇതിലുണ്ട്. ഇന്നലെ 2/1/2025 ഐഡിയ അടിച്ച് കയറിയ ആളും നിലവിൽ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ഞാൻ 2016-17 അന്ന് തുടങ്ങിയ സുജേഷിനും ഇന്നലെ തുടങ്ങിയ നിങ്ങൾക്കും ഒരേ വിലയാണ്. ശരിയാണല്ലോ? കമ്പനി പറയുന്നത് ഒരു ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസ് ആൻഡ് MRP, DP MRPയിലെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അതിന് എത്ര വർഷങ്ങൾക്ക് മുന്നേ വന്നു എന്നോ ഇവിടെ ചോദ്യമില്ല. പേര് കൊടുത്ത് അഡ്രസ്സ് കൊടുത്ത് ID ക്രിയേറ്റ് ചെയ്താൽ
കമ്പനിയുടെ ഒരു ഡിസ്ട്രിബ്യൂട്ടറായി, ഒരു അംഗീകൃത വിതരണക്കാരനായി. ആ വിതരണക്കാരന് കമ്പനിക്ക് ഒരു റേറ്റ് ഉണ്ട്, ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസ്. അതാ ഞാൻ പറഞ്ഞു, വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങി എനിക്കും ഇന്നലെ ആരംഭിച്ച നിങ്ങൾക്ക് ഒരേ വിലയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ബിസിനസ്സിലേക്ക് നിങ്ങൾ കൺവേർട്ട് ആകുമ്പോൾ നിങ്ങൾ വാങ്ങുന്ന ഒരു പേസ്റ്റ്, കോൾഗേറ്റ് ആയിക്കോട്ടെ, ക്ലോസപ്പ് ആയിക്കോട്ടെ, പെപ്സോഡന്റ് ആയിക്കോട്ടെ, എന്തും ആവട്ടെ, ആ ബ്രാൻഡിൽ നിന്ന് മാറി നിങ്ങളൊരു ഹെർബൽ പേസ്റ്റിലേക്ക് മാറുമ്പോൾ കമ്പനി നിങ്ങളോട് പറയുന്നു നിങ്ങൾ ഒരു അഡീഷണൽ ബെനിഫിറ്റ് നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയുന്നു, അല്ലെങ്കിൽ ഒരു ഡിസ്കൗണ്ട് ആസ്വദിക്കാൻ കഴിയുന്നു. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നും വേണ്ട, സെയ്ദ് അലവി സാറാണ് എനിക്കൊരു പേസ്റ്റ് തന്നെങ്കിൽ സാർ എന്നോട് ആ പേസ്റ്റിനെ പറ്റി 5ഓളം ഗുണങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയതിനു ശേഷം, ഞാൻ കൺവിൻസ് ആയതിനു ശേഷമാണ് ഹാപ്പി ആയിട്ടാണ് ഞാൻ ആ പ്രോഡക്റ്റ് വാങ്ങുന്നത്. ശരിയാണല്ലോ? സാർ പറയും, സുജേഷ് നിന്റെ പല്ലിലെ കറ മാറും, പല്ലിന്റെ പുളിപ്പ് മാറും, വായ്നാറ്റം വ്യത്യാസം വരും, ദന്തക്ഷയം മാറും, പല്ലിലെ മോണയിൽ നിന്ന് രക്തം വരുന്നത് മാറാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ അദ്ദേഹം പറയുന്നു, ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ചൊരു പേസ്റ്റ് ആണ്, അതുകൊണ്ട് ഞാൻ നിങ്ങളെ സജസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എന്റെ സുഹൃത്തായിട്ടുള്ള സെയ്ദ് അലവിയെ തള്ളിക്കളയാൻ എനിക്ക് പറ്റില്ല. അതുവഴി ഞാൻ പറഞ്ഞു. അപ്പോ എന്താണ്, മാക്സിമം ഡിസ്കൗണ്ടിൽ വാങ്ങുന്നു, അതിനേക്കാൾ ഒരു ക്വാളിറ്റി ഉറപ്പുവരുത്താൻ സാധിക്കും എന്നുള്ളതാണ്. അങ്ങനെ ഞാൻ പേസ്റ്റ് വാങ്ങി ഉപയോഗിച്ചപ്പോ ഈ ഗുണങ്ങളൊക്കെ എനിക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞു. എന്റെ വീട്ടിൽ എന്റെ അമ്മക്കും എന്റെ പെങ്ങൾക്കും ഇത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ ഒരു ഫീഡ്ബാക്ക്, ഈ ഒരു റിസൾട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, എന്റെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഷെയർ ചെയ്യുമ്പോൾ അവിടെ MRPക്ക് സെല്ല് ചെയ്യാനുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ ലൈസൻസ് കൂടെ കമ്പനി തരുന്നതുകൊണ്ട് ഒരു റവന്യൂ, ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ എനിക്ക് സാധിക്കും എന്നുള്ളതാണ്. ഡിയർ ഫ്രണ്ട്സ്, എനിക്ക് നിങ്ങളോട് പറയേണ്ടത്, വർഷങ്ങളായിട്ട് നമ്മൾ ഏതൊക്കെയോ കമ്പനിയെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുന്നു, അഹോരാത്രം പ്രവർത്തിക്കും. ശരിയാണല്ലേ? നമ്മൾ വഴി എന്തിനേറെ പറയുന്നത്, ഹിന്ദുസ്ഥാൻ ലിവർ എന്ന് പറയുന്നത് പ്രത്യക്ഷത്തിൽ പേര് കേൾക്കുമ്പോൾ ഒരു ഇന്ത്യൻ കമ്പനിയായിട്ട് തോന്നാം. ശരിയല്ലേ? ഒരു രസകരമായ ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഒരു അമേരിക്കക്കാരന് സദാശിവൻ എന്ന് പേരിട്ടാൽ അവൻ ഇന്ത്യക്കാരനാവും? ഒരിക്കലും ഇല്ല. ശരിയാണല്ലോ? അതായത് ഒരു ബ്രിട്ടൻ കമ്പനിയാണ് ഇന്ത്യയിൽ വന്നപ്പോ ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്ന ഒരു പേര് വെച്ച് ഹിന്ദുസ്ഥാൻ ലിവർ എന്ന് പറയുമ്പോൾ നമ്മളെ ധാരണ ഒരു സ്വദേശി കമ്പനിയാണ്, നമ്മളെ ഇന്ത്യൻ കമ്പനി പോലെ ഫീൽ ചെയ്തു. അവരുടെ പ്രോഡക്റ്റുകൾ നമ്മൾ വാങ്ങുന്ന വഴി ആവറേജ് ഒരു 36,000 കോടിക്ക് മേലെ ഇയർലി ആ ഒരു കമ്പനി ഇന്ത്യയിൽ നിന്ന് റവന്യൂ ഊറ്റി അവരുടെ രാജ്യത്തേക്ക് കൊണ്ടുപോകുന്നു. പക്ഷെ ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മളുടെ മൈൻഡ് സെറ്റ് ഒന്ന് മാറ്റിയാൽ, നമ്മളുടെ വാങ്ങുന്ന രീതി ഒന്ന് മാറ്റിയാൽ ഈ റവന്യൂ നമ്മൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഈ ടാക്സ് ഒക്കെ നമുക്ക് വാങ്ങാൻ സാധിക്കും. ഈ ടാക്സ് ഉപയോഗിച്ചുകൊണ്ട് സർക്കാർ നമ്മളെ റോഡുകള്, വിദ്യാഭ്യാസ സാധനങ്ങള്, നമ്മളെ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട ഹോസ്പിറ്റാലിറ്റി, ഈ സംവിധാനത്തിലേക്ക് ബെറ്റർ ആയിട്ടുള്ള സർവീസ് നമുക്ക് തരാൻ സാധിക്കും എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ രാജ്യത്തിന്റെ പുരോഗതിക്ക് നമ്മൾ വളരെ ആത്മാർത്ഥമായിട്ട് നമ്മൾ ഇടപെടുന്നുണ്ടോ ഇല്ലയോ ഈ ബിസിനസ്സിൽ? എന്തിനേറെ പറയുന്നു, ലോകത്ത് എല്ലാ രാജ്യങ്ങളിലും സൈനികർക്ക് വളരെയേറെ ബഹുമാനം കൊടുക്കുന്നുണ്ട്. നമ്മൾ വളരെ പ്രൗഡായിട്ട് നമ്മളെ സൈനികർക്ക് നമ്മൾ വളരെ ആത്മാർത്ഥതയോടെ സ്നേഹിക്കുന്ന ആളുകളാണ് സൈനികർ. കാരണം എന്താ, രാജ്യ സുരക്ഷ നൽകുന്നത് അവരാണ്. നമ്മൾ ഇത്രത്തോളം ടെൻഷൻ ഇല്ലാതെ, ഒരുവിധ ടെൻഷനോ പ്രയാസമില്ലാതെ നമ്മൾ രാത്രി സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങുന്നത് രാജ്യം സുരക്ഷയ്ക്കായിട്ട് അഹോരാത്രം ഊണും ഉറക്കം ഒഴിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു സൈനിക നിര. അതുകൊണ്ട് തന്നെ ലോകത്തല്ല, രാജ്യത്ത് അവർക്ക് അതിലേറെ ബഹുമാനിക്കുന്ന ഒരു മേഖലയാണ് സൈനികർ. പക്ഷെ നമ്മൾ അതുപോലെ നമ്മളും ബഹുമാനിക്കപ്പെടേണ്ട ആളുകളാണ്. നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നമ്മൾ വളരെ പ്രൗഡായിട്ട് പറയണം, ഞാനൊരു ഡയറക്ട് സെല്ലറാണ്. കാരണം അവർ നമ്മളെ രാജ്യ സുരക്ഷയ്ക്ക് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ രാജ്യ സമ്പദ് വ്യവസ്ഥയ്ക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, വളരെയേറെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങൾ വെക്കുന്ന ഓരോ പ്രോഡക്റ്റിനും ടാക്സ് പേയ്മെന്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ വാങ്ങുന്ന ഓരോ ഇൻകത്തിനും നിങ്ങൾ TDS കട്ടിയിട്ട് സർക്കാരിലെ ടാക്സ് അടക്കുന്നുണ്ട്. ഈ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് സർക്കാർ വലിയ ആരോഗ്യ മേഖലയിലായിക്കോട്ടെ വികസന പ്രവർത്തനങ്ങൾ നമ്മൾ അറിയാതെ ഭാഗവാക്കാവുന്നു എന്നുള്ളതാണ്. അപ്പോ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരു സോപ്പും പേസ്റ്റും ചീർപ്പും വെക്കുന്ന ഒരു ബിസിനസ് അല്ല ഇത്. വളരെ പ്രൗഡായിട്ട് രാജ്യ നന്മയ്ക്ക് വേണ്ടി, രാജ്യ പുരോഗതിക്ക് വേണ്ടി നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന വളരെ വലിയ ശക്തരായിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണ് നമ്മുടെ ഒരു ബോധം നിങ്ങൾക്ക് വേണ്ട. അതുവഴി വളരെ പ്രൗഡായിട്ട് മുഖത്ത് നോക്കി ഈ ഇൻഡസ്ട്രിയെ പറ്റി വ്യക്തമായി പറയാനുള്ള ബോധവും ആർജവും ധൈര്യമൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവണം എന്ന് എനിക്ക് പറയാനുള്ളത്. കാരണം ഇന്ന് ഈ ബിസിനസ് ലോകത്ത് അതിശക്തമായിട്ട് നടക്കാൻ പോകും. ഇതിന്റെ സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും വേണ്ട, ലോകത്തിലെ ഏറ്റവും വലിയ മാർക്കറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയാണ്. കാരണം എന്താ, എന്തുകൊണ്ടാണ്? ഇന്ത്യയിലേക്കാണ് എല്ലാ കണ്ണുകളും. ഇന്ത്യയിൽ ഒരു ബിസിനസ് ആരംഭിക്കാൻ വേണ്ടി ലോക രാജ്യങ്ങൾ ശ്രമിക്കും. കാരണം ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ളത് ഇന്ത്യയിലാണ്. ചൈനയെ മറികടന്ന് ഇന്ത്യയിലെ ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യങ്ങളിൽ ഏറ്റവും
ശക്തമായിട്ടുള്ള പോപ്പുലേഷൻ ഉള്ള ഒരു രാജ്യമായിട്ട് ഇന്ത്യ മാറിയപ്പോ ലോക വിപണിയായിട്ട് ഇന്ത്യ മാറി എന്നുള്ളതാണ്. എന്തിനേറെ പറഞ്ഞു, ഇപ്പം ഐഫോൺ പോലും നിർമ്മിച്ച് കയറ്റുമതി ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്നാണ്. പണ്ടത് ചൈനയിലാണ് ഭൂരിഭാഗങ്ങളും. ഒരു പരിധി വരെ അതിന്റെ ഒരു കോൺട്രിബ്യൂഷൻ, അതിന്റെ ഒരു സാധ്യത നമ്മളിലേക്ക് വന്നു, ഓട്ടോമാറ്റിക് വന്നു. കാരണം എന്താ, അപ്പൊ ആ വലിയൊരു മാർക്കറ്റായിട്ട് മാറുമ്പോ അങ്ങനെയാണെങ്കിൽ ലോക സമ്പത്തിന്റെ ലോക രാജ്യങ്ങളെ സമ്പദ് വ്യവസ്ഥയെ തന്നെ ഒരു ശക്തമായ ഇടപെടൽ ഇന്ത്യ നടത്താൻ പോകുന്നു. ഇതിന് വരുന്ന കാലഘട്ടത്തിൽ സമ്പദ് വ്യവസ്ഥയിൽ ഒരു വലിയ ശക്തമായ ഒരു രാജ്യമായിട്ട് ഇന്ത്യ മാറുന്നു എന്നതാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ലോക രാജ്യങ്ങൾ ഉറ്റുനോക്കുന്ന ഒരു രാജ്യമായിട്ട് ഇന്ത്യ മാറുമ്പോൾ ഡയറക്ട് സെല്ലിംഗ് വരുന്ന കാലഘട്ടത്തിന്റെ ബിസിനസ് ആണ്. വെൽനസ് ഇൻഡസ്ട്രി വരുന്ന കാലഘട്ടത്തിന്റെ ബിസിനസ് ആണെങ്കിൽ ഏറ്റവും വലിയ വിപണി എന്ന് പറയുന്നത് നമ്മുടെ രാജ്യമാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഇൻഡസ്ട്രി ഇവിടെ ഡെവലപ്പ് ആവും എന്നതിനെ പറ്റി ശക്തമായിട്ടുള്ള കണക്കുകളുമായിട്ട് സർക്കാർ നമ്മളുടെ അടുത്ത് വന്നു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമ്മൾ എത്രത്തോളം ഇതിന്റെ സാധ്യത മനസ്സിലാക്കിയിട്ടുണ്ട്, ചെറിയൊരു കണക്ക് പറയുകയാണെങ്കിൽ, ഞാൻ ഒരു ട്രെയിനിങ്ങിൽ കേട്ട ഒരു കാര്യം പറയുന്നത്, ലോകത്ത് ഏറ്റവും ശക്തമായിട്ട് ഡയറക്ട് സെല്ലിംഗ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന രാജ്യം എന്ന് പറയുന്നത് വളരെ 100 വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിലാണ് ഈ ഒരു ഇൻഡസ്ട്രി കടന്നു വന്നതും ഇന്റർനെറ്റിന്റെയും കമ്പ്യൂട്ടറിന്റെയും സഹായത്തോടെ ലോക രാജ്യങ്ങളിൽ അത് പടർന്ന് പിന്തലിച്ചെന്നും 100 കണക്കിന് രാജ്യങ്ങൾ ഇതൊരു വലിയ രീതിയിൽ ശക്തമായി ഡെവലപ്പ് ആകുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ലോകത്ത് ഏറ്റവും ശക്തമായി ഡയറക്ട് സെല്ലിംഗ് ഡെവലപ്പ് ചെയ്ത രാജ്യമായ അമേരിക്ക ആവറേജ് ഒരു 44 കോടി ജനങ്ങളുള്ള ആ ഒരു രാജ്യത്ത് ടോട്ടൽ ഒരു വർഷത്തെ വാർഷിക വിറ്റുവരവ് എന്ന് പറയുന്നത് ആ സമയത്ത് ഞാൻ കേട്ട കണക്കെന്ന് പറയുന്നത് 2,62,000 കോടിയാണ്. അതായത് 44 കോടി ജനങ്ങൾ അല്ലെങ്കിൽ 45 കോടി ജനങ്ങളിൽ നിന്ന് ടോട്ടൽ ടേൺ ഓവർ എന്ന് പറയുന്നത് ഒരു വർഷത്ത് 2,62,000 കോടിയാണ് അമേരിക്കയിൽ ഡയറക്ട് സെല്ലിംഗ് വഴി. എന്നാൽ തൊട്ടടുത്ത രാജ്യമായ ചൈന, നമ്മളെ അയൽഭാഗ രാജ്യമായ ചൈനയിലും ഡയറക്ട് സെല്ലിംഗ് ശക്തമായി ഡെവലപ്പ് ചെയ്തതാണ്. അവിടെ ഒരു 132 കോടിക്ക് മേലെ ജനങ്ങളുള്ള ചൈന എന്ന് പറയുന്ന രാജ്യത്ത് 2.5 ലക്ഷം കോടിയുടെ വാർഷിക വിറ്റുവരവാണ് ഡയറക്ട് സെല്ലിംഗ് വഴി വരുന്നതെന്ന് പറഞ്ഞു. എന്നാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഇന്ത്യ മഹാരാജ്യത്തിന്റെ കണക്ക് പറയുന്നത്, സർക്കാരിന്റെ കണക്ക് പറയുന്നത് ഓൺലി ഇയർലി ടേൺ ഓവർ എന്ന് പറയുന്നത് ഒരു 20,000 കോടിയാണ്. ആകെ 20,000 കോടി. ലോകത്തെ ഏറ്റവും വലിയ വിപണിയായ, ഏറ്റവും സാധ്യതയുള്ള, ഏറ്റവും കൂടുതൽ റിലേഷൻഷിപ്പിന് പ്രാധാന്യം കൊടുക്കുന്ന, ഡയറക്ട് സെല്ലിംഗിൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഇന്ത്യ മഹാരാജ്യത്ത് ആകെ നടക്കുന്ന ബിസിനസ് എന്ന് പറയുന്നത് 20,000 ഓൺലി 20,000. ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്, ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിന് ഇവിടെ സാധ്യത ഉണ്ടോ? നിങ്ങളുടെ വാർഡ്, നിങ്ങളെ പഞ്ചായത്ത് വേണ്ട, നിങ്ങളൊരു വാർഡ് എടുത്ത് പരിശോധിക്കുക. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളിന്ന് കണ്ണടച്ച് നോക്കുക. നിങ്ങളെ വാർഡിൽ ഒരു 200 250 വീടുകൾ ഉണ്ടാവും, ശരിയല്ലേ? നിങ്ങളെ വീടിന് ചുറ്റും 20 വീടെടുത്ത് നിങ്ങൾ പരിശോധിക്കൂ. ഈ 20 വീട്ടിലും ഏത് പേസ്റ്റ് ആണ് ഉപയോഗിക്കുന്നത്? എല്ലാം നമ്മളെ ഹെർബൽ പേസ്റ്റ് ആണോ? അല്ല. വളരെ ചുരുങ്ങിയ വീടുകൾ മാത്രമേ ഉള്ളൂ സാർ. അവിടെ ഒരു സാധ്യത ഉണ്ടോ? ഉണ്ട്. ഇനി 250 മിനിമം 250 വീടുള്ള ഒരു വാർഡ്, 1-ാം വാർഡിലാണ് നിങ്ങളെങ്കിൽ ഈ 1-ാം വാർഡിൽ ഡയറക്ട് സെല്ലിംഗ് ഒരു കരിയറായിട്ട് സെലക്ട് ചെയ്ത് എത്ര പേരുണ്ട്? സർ ആരുമില്ല സർ. സാധ്യതയുണ്ടോ? ഉണ്ടോ ഇല്ലയോ? ശരിയല്ലേ? അപ്പൊ ആദ്യം ബോധം വരേണ്ട ആർക്കാണ്? ആദ്യം തിരിച്ചറിവ് വരേണ്ട ആർക്കാണ്? സമൂഹത്തിനാണോ? അല്ല, നമ്മൾക്കാണ് ആദ്യം വരേണ്ടത്. നമുക്ക് മാത്രമേ അവരെ മാറ്റാൻ കഴിയൂ. ഇവിടെ പലപ്പോഴും പലയാളും പറയാം, സാറേ ബിസിനസ് നടക്കുന്നില്ല. എന്തുകൊണ്ട് ബിസിനസ് നടക്കുന്നില്ല? നിങ്ങൾ ഇത് വളരെ പ്രൗഡായിട്ട് ഈ ഇൻഡസ്ട്രിയെ പറ്റി സംസാരിക്കുന്നുണ്ടോ? ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താ? ഒരു സ്റ്റോക്ക് എടുത്തൊരു വ്യക്തി തൊട്ട് അയൽവാസിയായിട്ടുള്ള, ഇപ്പൊ എന്തിനെ പറഞ്ഞു, ഞാൻ ഇവിടുന്ന് രജിത മേഡത്തെ കാണുന്നു. രജിത മേഡത്തിന്റെ അയൽവാസിയാണ് സുജേഷ്. ഞാൻ ആദ്യമായിട്ടൊരു പേസ്റ്റ് എടുത്ത് രജിത മേഡത്തിന്റെ ഡോറിൽ വന്നിട്ട് കോളിംഗ് ബെൽ അടിക്കുമ്പോ എന്റെ മനസ്സിൽ പറയാണ്, രജിത മേഡം സുജേഷിനെ പറ്റി എന്ത് വിചാരിക്കും? മോശമല്ലേ? ശരിയാണോ ഇല്ലയോ? മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു? ഇതാണ് ആദ്യത്തെ പ്രശ്നം. ഈ ബിസിനസ്സിൽ നിങ്ങൾക്ക് 2025 നിങ്ങൾ എന്ത് ലക്ഷ്യമായിട്ടാണോ ഈ ബിസിനസ്സിൽ ഇറങ്ങുന്നത്, അത് വിജയിക്കണമെങ്കിൽ, ആ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ വരണമെങ്കിൽ, ആദ്യം നിങ്ങളിൽ ഉള്ളിൽ നിന്ന് എടുത്തു മാറ്റേണ്ട ഒരു ചിന്ത, മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു എന്നൊരു ചിന്ത മാറ്റിയാൽ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും. ഇവിടെ എല്ലാവരുടെയും പ്രശ്നം എന്താ? ഡയറക്ട് സെല്ലിംഗ്, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ബാഗിൽ കുറെ സോപ്പും പീസും ചേർത്ത് കണ്ണാടി തൂക്കി പേസ്റ്റ് സോപ്പ് എന്ന് വെക്കുന്ന ഒരു ഫീലിലാണ് ആളുകൾ ഈ ബിസിനസ് ചെയ്യുന്നത്. ആ ഒരു ഫീലിൽ നിങ്ങൾ ചെയ്താൽ ഈ ബിസിനസ്സിൽ വിജയിക്കില്ല.
എന്റെ ചിന്ത രജിത മേഡത്തിന് ഞാൻ കൊടുക്കുന്നത് ഇന്ന് ഭൂമി മലയാളത്തിലുള്ള ഇന്ത്യയിൽ കിട്ടാവുന്ന ഏറ്റവും മികച്ച ഒരു ഓപ്പർച്യൂണിറ്റി പ്ലസ് ഏറ്റവും മികച്ച പ്രോഡക്റ്റ്. ഈ ഒരു ഫീൽ എനിക്കുണ്ടെങ്കിൽ എനിക്ക് ആ ഒരു വ്യക്തിക്ക് വളരെ ആത്മാർത്ഥമായിട്ട് ആ പ്രോഡക്റ്റ് സെല് ചെയ്യാൻ കഴിയുള്ളൂ. മുഖത്ത് നോക്കി ചേച്ചി ഇത് അടിപൊളിയെന്ന് പറയാൻ കഴിയുള്ളൂ. ശരിയാണല്ലേ? അതിനേക്കാൾ ഉപരി സുജേഷ് ആ പേസ്റ്റ് ഉപയോഗിച്ചിരിക്കണം, ആ ഫീലിംഗ് ഉണ്ടാവണം. ശരിയാണോ? ഇതൊന്നും ചെയ്യാത്ത വ്യക്തികൾ ഈ ബിസിനസ്സിൽ വിട്ടുപോകും, ഒരു തർക്കമില്ല. അപ്പൊ ആദ്യം ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ, അതിന്റെ ക്വാളിറ്റി ഉറപ്പുവരുത്തൂ. ഇത് ആത്മാർത്ഥമായി മുഖത്ത് നോക്കി പറയാനുള്ള ധൈര്യം ഉണ്ടാക്കും. ഈ ധൈര്യമാണ് നിങ്ങൾ ആളുകളെ കൺവേർട്ട് ചെയ്യുന്നത്. നിങ്ങളുടെ ആ ഒരു ബോഡി ലാംഗ്വേജിൽ നിന്നാണ് ആ വ്യക്തിക്ക് മനസ്സിലാകുന്നത് ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണ്, ഇവന്റെ കൂടെ ഞാൻ അസോസിയേറ്റ് ചെയ്താൽ എന്റെയും സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ സാധിക്കും എന്ന തിരിച്ചറിവുണ്ടാകുന്നത് നിങ്ങളുടെ ആ ബോഡി ലാംഗ്വേജ്, നിങ്ങളെ തിളങ്ങുന്ന കണ്ണുകൾ, നിങ്ങളെ പുഞ്ചിരിച്ച മുഖം, നിങ്ങളൊരു സെൽഫ് കോൺഫിഡൻസിൽ നിന്നൊക്കെ അദ്ദേഹത്തിന് വായിച്ചെടുക്കാൻ കഴിയും. ഇതൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്, നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണ്. ശരിയാണല്ലേ? ഇതിലെന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടോ? ഇല്ല. നമ്മൾ വിജയിക്കണമെങ്കിൽ ആദ്യം നമ്മളിൽ നിന്നാണ് ചെയ്യേണ്ടത് ഒരു മാറ്റം തുടങ്ങും. ഇഫ് യു വാണ്ട് ചേഞ്ച് ഫസ്റ്റ് യു ചേഞ്ച് എന്നാണ്. നിങ്ങളൊരു മാറ്റം വേണമെങ്കിൽ ആദ്യം നിങ്ങൾ മാറാൻ തയ്യാറാണ്. നമ്മൾ എന്തിലൊക്കെ മാറ്റം വരുത്തണം? എപ്പോഴും പറയാറുണ്ട്, പല ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്തിനും ഒരു നെഗറ്റീവ് മൈൻഡിൽ കാണുന്ന ആളുകൾ. നിങ്ങളൊരു ഷർട്ട് ആണെങ്കിലും ഒന്നിനേറെ പറഞ്ഞു, നമ്മളൊരാളെ കാണുന്ന സമയത്ത് ഒരാൾ പറയും, ഓ മുടിയൊക്കെ പോയല്ലോ മോനെ എന്ന് പറയുന്ന ഒരാളെ കണ്ടിട്ടുണ്ടോ? പലപ്പോഴും പറയാറുണ്ട്, ഓ കഷണ്ടി ആയിപ്പോയല്ലോ. അയാൾ ഒരു ദിവസം ഇരുന്നെണ്ണിയാൽ തീരാത്ത മുടി അദ്ദേഹത്തിന്റെ തലയിലുണ്ടെങ്കിൽ പോലും പറയും, മുടി കംപ്ലീറ്റ് പോയല്ലോ. ആ പറയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയട്ടെ, അതൊരു നെഗറ്റീവ് മൈൻഡ് സെറ്റുള്ള ആളായിരിക്കും. എന്നാൽ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ടാണെങ്കിൽ എന്ത് പറയും? എന്താണോ നിങ്ങളുടെ പോസിറ്റീവ് മാത്രമേ അവരെ കാണൂ. ശരിയാണല്ലോ? അപ്പൊ സ്വാഭാവികമായിട്ടും നെഗറ്റീവ് മൈൻഡ് സെറ്റിൽ ഒരു വ്യക്തി ഈ ഇൻഡസ്ട്രിയിൽ വിജയിക്കണമെങ്കിൽ നിങ്ങളുടെ ചിന്ത പോസിറ്റീവ് ആക്കണം എന്ന് പറയും. ഇവിടെ പോസിറ്റീവ് ആയിട്ട് ഒരാൾ മാറുന്നത് നിങ്ങൾ നെഗറ്റീവ് സർക്കിളിൽ നിന്ന് നോർമലി നിങ്ങൾ പോസിറ്റീവ് സർക്കിളിലേക്ക് മൂവ് ചെയ്യണം. എവിടെയാണ് പോസിറ്റീവ് കിടക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ലീഡേഴ്സിൽ പോസിറ്റീവ് ഉണ്ട്. ശരിയാണോ? അപ്പൊ സ്വാഭാവികമായിട്ടും മലപ്പുറത്തുള്ള ഒരാള് ഉമ്മർ സാറുമായിട്ട് കണക്ട് ചെയ്യുന്നത് ഡെയിലി രാവിലെ വന്ന് ഉമ്മർ സാറെ കാണലല്ല, ഡെയിലി ഒരു കോൾ ചെയ്ത ഉമ്മർ സാറെ ഹലോ എന്റെ ലീഡറായിട്ട് ഉമ്മർ സാറെ വിളിക്കുകയാണ്. അവിടെ ഒരു പോസിറ്റിവിറ്റി ഉണ്ട്. ശരിയാണല്ലോ? നിങ്ങൾ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവ് മൂവ് ചെയ്യാൻ വളരെ ഈസിയാണ്. ഇത് ടെക്നോളജി വളരെ സപ്പോർട്ട് ചെയ്യുന്ന മതി. ശരിയല്ലേ? ഒരു പ്രോഗ്രാം വെക്കുന്ന സമയത്ത് നിങ്ങൾ മാനസികമായിട്ട് നിങ്ങൾ ആ ഒരു സന്തോഷം നിങ്ങൾക്ക് തരുന്ന പ്രോഗ്രാമിൽ നിന്നാണെങ്കിൽ നിങ്ങൾ മാക്സിമം നിങ്ങൾ പ്രോഗ്രാം എന്ത് ചെയ്യണം? ഉപയോഗിക്കണം. നിങ്ങളെ പ്രോഗ്രാമിൽ വിജയിച്ച വ്യക്തികളുടെ ഒരു കൂട്ടമാണ് പ്രോഗ്രാം. നിങ്ങൾ ഓട്ടോമാറ്റിക്കലി വന്നിരുന്ന് ഒരു നല്ല മനസ്സോടുകൂടെ നിങ്ങൾ വളരെ കാമായിട്ട് വളരെ ഇതായിട്ടൊന്ന് ഇരിക്കുകയാണെങ്കിൽ ആ പ്രോഗ്രാം കഴിയുമ്പോഴേക്ക് നിങ്ങളുള്ളിൽ വളരെ ഒരു ആവേശം നിറഞ്ഞിട്ടുണ്ടാവും, വളരെ പോസിറ്റിവിറ്റി ഉണ്ടാവും. കാരണം വിജയിച്ച ഒരുപാട് കഥകൾ നിങ്ങൾ കേട്ടു, കുറെ പ്രോഡക്റ്റിന്റെ റിസൾട്ട് നിങ്ങൾ കേട്ടു, അതുവഴി നിങ്ങളിൽ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ടാവും. ഞാൻ പറയട്ടെ, ഈ ബിസിനസ്സിൽ വിജയിക്കാൻ ഏറ്റവും മികച്ചത് ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് വേണം. ഈ പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ടാകുന്നത് ഞാൻ പറയുന്നത്, ഈ ബിസിനസ്സിൽ വിജയിക്കണമെങ്കിൽ വിദഗ്ധരായിട്ടുള്ള എല്ലാ ആളുകളും പറയുന്നത്, എപ്പോ പറയുമ്പോഴും പറയാം സാറേ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് വളരെ വലിയൊരു ഘടകമാണ്. നിങ്ങളുടെ മനോഭാവം റെഡിയായാൽ മാത്രമേ ഈ ബിസിനസ്സിൽ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയുള്ളൂ. രണ്ടാമത് പറഞ്ഞു കേട്ടിട്ട് എന്താണ് ഈ മനോഭാവം? ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. അപ്പൊ നിങ്ങളെ വിദ്യാഭ്യാസം, നിങ്ങളൊരു ഡിഗ്രിക്കാരിയാണ്, നിങ്ങളൊരു PG-കാരിയാണ്, നിങ്ങളൊരു BTech-കാരനാണ്, നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളൊരു MBA കഴിഞ്ഞ ആളാണ്. പക്ഷെ MBA കഴിയുന്നതുകൊണ്ടോ BTech എടുക്കുന്നതുകൊണ്ടോ ഡിഗ്രി കഴിയുന്നതുകൊണ്ടോ നിങ്ങളെ മനോഭാവം റെഡിയാണെന്നില്ല. വിദ്യാഭ്യാസമല്ല മനോഭാവത്തിന്റെ അടിസ്ഥാനം. നിങ്ങളെ കുടുംബ മഹിമയല്ല മനോഭാവത്തിന്റെ അടിസ്ഥാനം. നിങ്ങളുടെ സൗന്ദര്യമല്ല മനോഭാവത്തിന്റെ അടിസ്ഥാനം. മനോഭാവം, ആറ്റിറ്റ്യൂഡ് ശക്തമാകുന്നത് ബിലീഫ് സിസ്റ്റത്തിൽ കൂടെ മാത്രമേ ആറ്റിറ്റ്യൂഡ് ശക്തമാവുന്ന പറയുന്നത്. എന്തിലൊക്കെ ബിലീഫ്സ് വേണം? സ്വന്തം നിങ്ങളിൽ ഒരു വിശ്വാസം വേണം, നിങ്ങളുടെ കമ്പനിയിൽ ഒരു വിശ്വാസം വേണം, അപ്ലൈനിൽ ഒരു വിശ്വാസം വേണം, പ്രോഡക്റ്റിൽ വിശ്വാസം വേണം. ഇതിലൂടെയുള്ള ആ ഒരു ബിലീഫ് സിസ്റ്റം സ്ട്രോങ് ആണെങ്കിൽ നിങ്ങളുടെ ഒരു മികച്ച ആറ്റിറ്റ്യൂഡിന് ഉടമകളായിട്ട് നിങ്ങൾ മാറുന്നതാണ്. ഇപ്പൊ നിങ്ങൾ നിങ്ങളോട് ചോദിക്കുക, എനിക്ക് എന്റെ അപ്ലൈനിൽ വിശ്വാസം ഉണ്ടോ? ഇല്ലേ? വിശ്വാസം ഉണ്ടാക്കണം.
നിങ്ങളുടെ അസോസിയേറ്റിൽ വിശ്വാസമുണ്ടോ? നിങ്ങൾ അത് ഉണ്ടാക്കണം. കമ്പനി 100% 100% വളരെ പ്രൗഡായിട്ട് എനിക്ക് MI ലൈഫ്സ്റ്റൈലിനെ പറ്റി പറയാൻ പറ്റുന്നുണ്ടോ? അവിടെ എന്തെങ്കിലും ക്ലാരിറ്റി, വ്യക്തത, വ്യത്യാസമുണ്ടോ? ക്ലാരിറ്റി കൊണ്ടുവന്നേക്കണം. മനസ്സിലായോ? ആദ്യം നിങ്ങളിലാണ് ഒരു മാറ്റം കൊണ്ടുവന്നാൽ മാത്രമേ അത് മറ്റുള്ള ആളുകളിലേക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കൊടുക്കാൻ കഴിയും. ഞാൻ ഇപ്പോൾ പറയാറുണ്ട്, ഒരു സ്വാഭാവികമായിട്ടും ഒരു കാന്തത്തിന്റെ പ്രത്യേകത എന്താ? ഞാൻ പറയുന്നു, ഒരു മരക്കഷ്ണമാവാതെ ഒരു മാഗ്നറ്റ് ആയിട്ട് നമ്മൾ മാറും. എന്താണ് ഡിഫറൻസ്? മരക്കഷ്ണത്തിന്റെയും മാഗ്നറ്റിന്റെയും ഡിഫറൻസ് എന്താണ്? ഒരു തടി കഷ്ണം, ഒരു ചെറിയൊരു മരക്കഷ്ണം ഒരു സ്ഥലത്തിട്ടാൽ അതിന് ചലനശേഷിയില്ല, അതവിടെ കിടക്കും. ഒരു മൂവ്മെന്റും അതിനുണ്ടാക്കാൻ സാധിക്കില്ല. പക്ഷെ ഒരു മാഗ്നറ്റ് ആണെങ്കിലോ, അതിന് താല്പര്യമുള്ള കാര്യങ്ങളെ അതിലേക്ക് വലിച്ചെടുപ്പിക്കാൻ കഴിയും. ശരിയാണല്ലേ? ഒന്നിനേപ്പോൾ നമ്മൾ ചെറുപ്പകാലത്ത് ചെറിയൊരു കാന്തത്തിന്റെ കഷ്ണം ഒരു പേപ്പറിന്റെ അടിയിൽ വെച്ചിട്ട് ചെറിയ ഇരുമ്പ് പൊടികളൊക്കെ നമ്മൾ ഇങ്ങനെ വലിച്ചിങ്ങനെ ഓരോ ഡിഫറൻസ് ആയിട്ടുള്ള മൂവ്മെന്റ് നമ്മൾ ചെയ്യിക്കാറുണ്ടോ? ഇല്ല, ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയട്ടെ, നമ്മളൊരു മരക്കഷ്ണമാവാതെ ഒരു മാഗ്നറ്റ് ആയി മാറിയാലുള്ള ബെനിഫിറ്റ് എന്താ? നിങ്ങളിലേക്ക് ആവശ്യക്കാർ ഇങ്ങനെ ഒഴുകി വരും. ശരിയാണല്ലേ? ആദ്യം നമ്മളൊരു മാഗ്നറ്റ് ആയിട്ട് മാറും. എനർജി ലെവൽ ആയിക്കോട്ടെ, എക്സൈറ്റ്മെന്റ് ആയിക്കോട്ടെ, നോളജ് ലെവൽ ആയിക്കോട്ടെ, അത് ഇൻക്രീസ് ചെയ്തിട്ട് നമ്മൾ ടോട്ടലി ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂട്ടർ, ഒരു ലീഡർഷിപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ എന്റെയൊക്കെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ സാധിക്കും. ഒരു തർക്കമില്ലാത്ത കാര്യമാണ്. പക്ഷെ ആദ്യം നമ്മളിൽ തുടങ്ങേണ്ട എന്താ? ആ ഒരു ചേഞ്ചിന് വേണ്ടി നമ്മൾ ശ്രമിക്കണം. കുറെ കുറവുകളൊക്കെ നമുക്ക് ഉണ്ടാവും. അതൊക്കെ എന്താണോ കുറവ് അത് മനസ്സിലാക്കുകയും ആ കുറവ് പരിഹരിക്കാൻ വേണ്ടി ഈ 2025 നമ്മൾ എന്ത് ചെയ്യണം? ഇറങ്ങണം. രണ്ടാമത്തെ കേസ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് സ്വന്തം ബിസിനസ് ആയിട്ട് നിങ്ങൾ എപ്പോഴാണോ ഏറ്റെടുക്കുന്നത്, ഈ ബിസിനസിന്റെ കീ എവിടെയാണല്ലേ? സാർ, എന്റെ ബിസിനസിന്റെ കീ എവിടെയാണല്ലേ എന്ന് ചോദിച്ചാൽ അത് സുരേന്ദ്രൻ സാറിന്റെ അടുത്താണ്, അല്ലെങ്കിൽ അഫ്സത്ത് മാഡത്തിന്റെ അടുത്താണ്, അല്ലെങ്കിൽ ഉമ്മർ സാറിന്റെ അടുത്താണ്, അല്ലെങ്കിൽ ഹാരിസ് സാറിന്റെ അടുത്താണ് എന്നല്ല. നിങ്ങളുടെ ബിസിനസിന്റെ കീ എന്ന് പറയുന്നത് നിങ്ങളിലാണ്. ടേക്ക് ആൻ ഓണർഷിപ്പ് എന്ന് പറയും. ആ ഒരു റെസ്പോൺസിബിലിറ്റി നിങ്ങൾ എപ്പോഴാണോ ഏറ്റെടുക്കുന്നത് അന്ന് മുതലേ നിങ്ങൾ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമെന്ന് ഞാൻ പറയും. രണ്ടാമത്തത്, സ്വന്തമായിട്ട് ഈ ബിസിനസ്സിൽ ആരൊക്കെ പ്ലാൻ പറയാൻ പഠിച്ചിട്ടുണ്ട്, സ്വന്തമായിട്ട് ആരൊക്കെയാണ് ഫയൽ വെച്ച് പ്ലാൻ പറയാൻ തുടങ്ങുന്നത്, ആ ഡേ മുതലാണ് നിങ്ങളുടെ ബിസിനസ് ആരംഭിക്കുന്നതെന്ന് ഞാൻ പറയും. അപ്പൊ സുജയ് സാറേ, ഞാൻ സ്വന്തമായിട്ട് പ്ലാൻ ഒന്നും പറയാറില്ല, പക്ഷെ ഞാൻ ഇന്ന് TC ആയി. ഞാൻ പറയും, നിങ്ങളെ ബിസിനസ് തുടങ്ങിയിട്ടില്ല എന്ന് പറയും. ഇന്ന് എന്റെ ലീഡർ വന്നിട്ടാണ് സാറേ എനിക്ക് പ്ലാൻ പറഞ്ഞത്. അങ്ങനെ അപ്പൊ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങളെ ബിസിനസ് ആരംഭിച്ചിട്ടില്ല എന്ന് പറയും. അത് ലീഡറുടെ സമയത്തിന് വന്ന കച്ചവടമാണ്. നിങ്ങളതായ സമയത്തിന് നിങ്ങളതായ ഒരു ലൈഫ് ഡിസൈൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഈ ബിസിനസ് എന്ത് ചെയ്യണം? ആധികാരികമായി പഠിക്കണം. സ്വന്തം കാലിൽ നിന്ന് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് പറ്റണം. ലീഡറുടെ സമയത്തിനല്ല നിങ്ങളെ വരുമാനം. നിങ്ങളെ വരുമാനവും നിങ്ങളെ ടീമും നിങ്ങളെ സമയത്തിന് ഉണ്ടാക്കണമെങ്കിൽ ഞാനും നിങ്ങളൊക്കെ ഈ ബിസിനസ്സിന് വേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കണം. ഞാൻ പറയുന്നു, ഇതൊരു MI ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഒരു ബ്രഷ് പോലെയാണ്. ഒരു ചിത്രകാരന്റെ കയ്യിൽ ഒരു ബ്രഷും പെയിന്റും കിട്ടിയാൽ ആ വ്യക്തി മനോഹരമായ ചിത്രങ്ങൾ വരക്കുന്ന പോലെ ഈ ബിസിനസ്സില് ഈ ഒരു MI ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്ന ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് എന്റെയും നിങ്ങളുടെയും ജീവൻ മനോഹരമായി വരക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം MI ലൈഫ് സ്റ്റൈൽ മാനേജ്മെന്റ് നമുക്ക് ഒരുക്കിയിട്ടുണ്ട്. അത് ശക്തമായ ലീഡേഴ്സ് ആയിട്ട്, പ്രോഡക്റ്റ് ആയിട്ട്, സാമ്പത്തിക ഭദ്രതയുള്ള അടിത്തറയുള്ള എക്സ്പീരിയൻസുള്ള മാനേജ്മെന്റ് ആയിട്ടൊക്കെ നമുക്ക് ഒരുക്കിയിട്ടുണ്ട്. ആ ബ്രഷ് എടുത്തോളൂ, വരച്ചോളൂ. വരുന്ന 1, 2, 3 വർഷം കൊണ്ട് ജീവിതം തന്നെ മാറ്റാൻ കഴിയുന്ന ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് MI ലൈഫ് സ്റ്റൈൽ. പക്ഷെ ഇതൊക്കെ എത്ര പേർക്ക് അറിയാം? എത്ര പേര് ഇതിൽ വിശ്വസിക്കുന്നുണ്ട്? അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, ആദ്യം ഉണ്ടാക്കേണ്ടത് നമ്മളിലാണ് ഒരു മാറ്റം. ആ ഒരു ബേസ് ഉണ്ടാക്കുന്നത്, സ്ട്രോങ് ആയിട്ട് അടിത്തറ ഉണ്ടാക്കുന്നത് നമ്മളിലാണ്. ഒരുപാട് ആളുകൾ ഈ ഇൻഡസ്ട്രിയിൽ അതായത് ഒരുപാട് ആളുകൾ നോ പറയും, റിജക്ട് ചെയ്യും, ഒക്കെ ചെയ്യും. ആദ്യം നിങ്ങൾ ഉണ്ടാക്കേണ്ടത് എന്താ അറിയോ? മെന്റലി ഉള്ള ഒരു സ്ട്രെങ്ത് ആണ്. മാനസികമായിട്ടുള്ള ഒരു ആരോഗ്യം ഈ ഇൻഡസ്ട്രിയിൽ ഉണ്ടാക്കണം. മനസ്സുകൊണ്ടും ശരീരമൊക്കെ സ്ട്രോങ് ആയിരിക്കണം ഈ ബിസിനസ് ചെയ്യും. കുറെ ആളുകൾ നോ പറയുമ്പോൾ ഇട്ടേച്ച് പോകുന്നതിന് പകരം അതിശക്തമായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ഊർജം ഉണ്ടാവണമെങ്കിൽ ആദ്യം നിങ്ങൾ മെന്റലി സ്ട്രോങ് ആവണം. ഒരു വ്യക്തി മെന്റലി സ്ട്രോങ് ആവണമെങ്കിൽ പ്രോഗ്രാമുകൾ, സക്സസ്ഫുൾ ആയിട്ടുള്ള ലീഡേഴ്സുമായിട്ടുള്ള സമ്പർക്കം വേണം. മാക്സിമം പ്രോഗ്രാമുകൾ ഉപയോഗിക്കണം. പ്രോഗ്രാമുകൾ കൂടെ മാത്രമേ ഈ ബിസിനസ്സിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വിജയിക്കാൻ കഴിയും. ഞാൻ പറയട്ടെ, ഇന്ന് ഈ ഹാളിൽ ഇന്ന് ഏകദേശം 401 പേരുണ്ട്. ഈ 401 പേരിലും വിവിധ ഫോണുകൾ ഉപയോഗിക്കുന്ന ആളുകളാണ്.
കുറെ ആളുകൾ ഐഫോൺ ഉപയോഗിക്കുന്നുണ്ട്, വിവോ ഉപയോഗിക്കുന്നുണ്ട്, സാംസങ് ഉപയോഗിക്കുന്നുണ്ട്, ഒക്കെ പല പല ബ്രാൻഡ് ഉപയോഗിക്കുന്നുണ്ട്. ഐഫോൺ ഉപയോഗിക്കുന്ന വ്യക്തികളെല്ലാം തന്നെ ഏറ്റവും കൂടുതൽ വിലയുള്ള ഫോൺ ഇപ്പോ ഐഫോൺ ആണ്. സാറേ ഐഫോൺ 16 Pro Max ഒരു 1.5 ലക്ഷം രൂപ വിലയാണ്. പക്ഷേ ആപ്പിൾ എന്ന കമ്പനി 1.5 ലക്ഷം രൂപ കൊടുത്ത് വാങ്ങിയ ആ മൊബൈൽ ഫോണിനും റീചാർജബിൾ ബാറ്ററിയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സ്വർണ്ണം 10,000 രൂപയുടെ ഓപ്പോയുടെ ഫോണിനും റീചാർജബിൾ ബാറ്ററിയാണ്, 1.5 ലക്ഷം രൂപയുടെ ഐഫോണിനും റീചാർജബിൾ ബാറ്ററിയാണ്. അത് റീചാർജ് ചെയ്തിട്ടില്ലെങ്കിൽ ഡെഡ് ആണ്, ഡിസ്പ്ലേ വർക്ക് ചെയ്യില്ല, ഒരു ഡാറ്റ എടുക്കാൻ കഴിയില്ല. അതുപോലെയാണ് മനുഷ്യനും, ചാർജ് ചെയ്തില്ലേ ഡെഡ് ആണ്. ക്ലിയർ അല്ലേ? ചില ആളുകൾ പറയാണ് സാറേ ഞാൻ ട്രെയിനിങ് കഴിഞ്ഞ് 2 ട്രെയിനിങ് ഞാൻ അറ്റൻഡ് ചെയ്യണം, ഇനി ഞാൻ പോകേണ്ടതുണ്ടോ? നിർബന്ധമായിട്ട് പോകണം. 1 ഡേ അഡ്വാൻസ് ട്രെയിനിങ് സാറേ ഞാൻ 10 അറ്റൻഡ് ചെയ്തു, പോണോ? പോയിരിക്കണം. അത് ചാർജാണ്, എനർജിയാണ്, എക്സൈറ്റ്മെന്റ് ആണ്, പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു സാധ്യതയാണ്. എന്തിനാണ് സാറെ പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ പുതിയ ബാച്ച് വരുന്നു, ആ ബാച്ച് നിങ്ങൾ അവയർനെസ് കൊടുക്കുകയാണ്, അവർ കോൺഫിഡൻസ് പാസ് ചെയ്യുകയാണ്, നിങ്ങൾ പഠിക്കണം. ശരിയല്ലേ? ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു പ്രോഗ്രാം ഇന്ന് തന്നെ ഈ ബിസിനസ്സിൽ പുതുതായിട്ട് വന്ന ആളുകളുണ്ട്, എന്നാൽ കുറെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള റാങ്ക് വൈസ് സൂപ്പർ ആയിട്ടുള്ള കുറെ ലീഡേഴ്സ് ഉണ്ട്. 4 കാര്യങ്ങൾ എപ്പോഴും ഞാൻ പറയാറുണ്ട്. ഒന്ന് എന്താണ്, പുതിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു എന്താണ്, പഠിക്കാനുള്ള അവസരമാണ്, ലേണിംഗ് ആണ്. ശരിയല്ലേ? ലേൺ ചെയ്യുന്ന ഒരു വ്യക്തി എന്തിനാണ് പഠിക്കുന്നത്? ഡൂയിങ്, പ്രവർത്തിക്കാൻ വേണ്ടി നമ്മൾ പഠിക്കണ്ടേ? ഫീൽഡിൽ ഇറങ്ങി കാര്യങ്ങൾ പറയാൻ വേണ്ടി നമ്മൾ പഠിക്കണ്ടേ? അപ്പൊ ലേണിംഗ് എന്തിനാ? അത് ചെയ്യാൻ വേണ്ടിയാണ്. എന്നാൽ സാറേ ഞാൻ കുറെ കാലമായിട്ട് ഇന്ന് എന്റെ 200ാമത്തെ മോർണിംഗ് മീറ്റ് ആണ്, ഞാൻ എന്തിനാ വീണ്ടും ഇത് കേൾക്കുന്നതെന്ന് ചോദിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് റിപ്പീറ്റേഷൻ ആണ്, ആവർത്തനമാണ്. എന്തിനാണ് ഈ വ്യക്തി 200 മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത് ആവർത്തിച്ച്? അദ്ദേഹത്തിന് ഒരു ടീമുണ്ട്, അത് ടീച്ച് ചെയ്യാൻ വേണ്ടിയാണ്, പഠിപ്പിക്കാൻ വേണ്ടി ഒരു വ്യക്തി ആവർത്തിക്കണം, വേണോ വേണ്ടി. അപ്പൊ ഒരു ട്രെയിനിങ്, ഒരു പ്രോഗ്രാം 4 രീതിയിൽ ഉപയോഗപ്പെടുത്താം. പുതിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം ലേണിംഗ്, അത് പ്രവർത്തിക്കാൻ വേണ്ടി ലേൺ ചെയ്യണം. നിലവിൽ എക്സ്പീരിയൻസ് ആയ ലീഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അത് ആവർത്തനമാണ്. എന്തിനാണ് ആവർത്തിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് പഠിപ്പിക്കാൻ വേണ്ടിയാണ്. എന്റെ ബാച്ചിനെ ഒരു ശക്തമായ ബാച്ചാക്കി മാറ്റാൻ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഡെയിലി മോർണിംഗ് മീറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡെയിലി കിട്ടുന്ന ഓരോ അറിവുകളും നിങ്ങൾക്ക് ഈ ബിസിനസ്സിൽ വളരെ യൂസ്ഫുൾ ആണ്. ശരിയായോ? അങ്ങനെയാണെങ്കിൽ ഈ ഇൻഡസ്ട്രിയിൽ ഞാൻ പറഞ്ഞു, ഇതിന്റെ സാധ്യത പറഞ്ഞു, ഒക്കെ ശരിയാണ്. അങ്ങനെയാണെങ്കിൽ 2025 ഈ ഇൻഡസ്ട്രിയിൽ വിജയിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സാറേ എനിക്ക് കുറെ കഴിവുകളുണ്ട്, ഈ പറയുന്ന എനിക്കും കുറെ ന്യൂനതകളുള്ള ഒരാളാണ്. ഞാൻ ഇന്നും ആ കുറവുകളിൽ ഞാൻ പണിയെടുക്കുകയാണ്. ആ കുറവുകളെ പരിഹരിക്കാൻ വേണ്ടി എന്റെ കുറവുകൾ ഇല്ലാത്ത ആ കഴിവുകളുള്ള ആളുകളെ ഞാൻ കോപ്പി ചെയ്യുകയാണ്. മനസ്സിലായോ? അപ്പൊ എപ്പോഴും വളരെ ജാഗരൂകരായി ഈ ഇൻഡസ്ട്രിയിൽ ഉണ്ടാവണം. നിങ്ങളെ കുറവുകൾ, നിങ്ങൾ എവിടെയാണോ നിങ്ങൾക്ക് മൈനസ്, അത് ശക്തമായിട്ട് ആ ഒരു മൈനസ് ഇല്ലാത്ത, അത് വളരെ ശക്തമായിട്ട് ഇപ്പൊ ഞാൻ പറയട്ടെ, എനിക്ക് നന്നായിട്ട് സംസാരിക്കാൻ അറിയില്ല, ആളുകൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ എനിക്ക് സംസാരിക്കാൻ അറിയില്ല, എന്റെ ഐ കോണ്ടാക്ട്സ് കറക്റ്റ് അല്ല, എന്നാൽ വളരെ മനോഹരമായി മുഖത്തും നോക്കി സംസാരിക്കുന്ന 1-2 പേരെ എനിക്കറിയാം. ഞാൻ അവരെ പ്രോഗ്രാം മാക്സിമം ഉപയോഗിച്ചുകൊണ്ട് അവരെ മൂവ്മെന്റുകൾ ഞാൻ പഠിക്കാറുണ്ട്. ശരിയാണോ? അങ്ങനെ ഞാൻ പ്രാക്ടീസ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് എന്താണോ സ്കിൽ ഇല്ലാത്തത്, ഈ 2025 നിങ്ങൾ ചെയ്യേണ്ട പണി എന്താ വെച്ചാൽ ആ സ്കില്ലുകളെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ പ്ലാൻ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഈ ഇൻഡസ്ട്രിയിലെ ഏറ്റവും ശക്തമായി, ഏറ്റവും നമ്പർ 1 ആയിട്ട് വേണ്ട ഒരു സ്കില്ലാണ് സെയിൽസ് സ്കിൽ, കച്ചവടം ചെയ്യാനുള്ള കഴിവാണ്. ശരിയല്ലേ? നിങ്ങൾ എടുക്കുന്ന സ്റ്റോക്ക് കാല അനുസൃതമായി, അതായത് സമയബന്ധിതമായി വിറ്റ് തീർക്കാനുള്ള ഒരു കഴിവിനെ വേണം. എന്ത്? സെയിൽസ് സ്കില്ല് വേണം. അത് റീറ്റെയിലിംഗ് സ്കില്ല് വേണം. എന്താണ് റീറ്റെയിലിംഗ് സ്കില്ല് ഉണ്ടാക്കേണ്ട കാര്യം? എന്താ? ഉദാഹരണത്തിന് ഇപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങളെടുത്തൊരു 10,000 സ്റ്റോക്ക്, ആദ്യം നിങ്ങൾ ഉൽപ്പന്നം ഉപയോഗിച്ച് കോൺഫിഡൻസ് വന്നു, വിശ്വാസം വന്നു, നിങ്ങളെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് നിങ്ങൾ എന്ത് ചെയ്തു? മുഖത്ത് നോക്കി ഇത് കൊള്ളാമെന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങളെ വിശ്വസിച്ച്, എന്നാൽ പകുതി പ്രോഡക്റ്റിൽ വിശ്വസിച്ചുകൊണ്ട് അവർ വാങ്ങി ഉപയോഗിച്ചവരെല്ലാം തന്നെ നിങ്ങളോട് നല്ലത് പറഞ്ഞു. നിങ്ങൾക്ക് ഒന്നുകൂടെ എനർജിയായി, വിശ്വാസം വന്നു. അങ്ങനെ നിങ്ങൾ റീറ്റെയിൽ ശക്തമാക്കി ചെയ്യാൻ തുടങ്ങി. അപ്പൊ റീറ്റെയിലിംഗ് എന്ന മേഖലയിൽ നിങ്ങൾ പുലിയായി മാറി വിചാരിക്കുക. അപ്പൊ അങ്ങനെ റീറ്റെയിലിംഗ് നിങ്ങളുടെ സ്കില്ല് നിങ്ങൾ ഡെവലപ്പ് ചെയ്താൽ നിങ്ങളെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്ന കുറച്ച് പേരെ റീറ്റെയിലിംഗിൽ പുലികളാക്കി മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കും. ശരിയാണല്ലേ? അതേ സ്ഥാനത്ത് നിങ്ങൾ റീറ്റെയിൽ ചെയ്യാതെ
വെറുതെ ഇങ്ങനെ പറഞ്ഞ് കളിച്ച് നടന്ന ആളാണെങ്കിൽ നിങ്ങളെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഒരു ഡെവലപ്മെന്റ്സ് ഉണ്ടാക്കി കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്നുള്ളതാണ് ചുരുക്കം. അപ്പൊ ഏറ്റവും ആദ്യം വേണ്ട എന്താ, റീറ്റെയിൽ ചെയ്യാനാണ് കഴിവ്. നിങ്ങൾ എന്ത് ചെയ്യണം? ഈ 2025 സ്വായത്തമാക്കണം. ഈ ബിസിനസ്സിൽ ഏറ്റവും വേണ്ട ഒരു സ്കില്ലാണ് റീറ്റെയിൽ, സെയിൽസ് സ്കിൽ. കച്ചവടം നടന്നാലേ ബി വരുള്ളൂ. ശരിയല്ലേ? ബിസിനസ് വഴി വർദ്ധിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളെ നടയില് ബിസിനസ് വർദ്ധിക്കണം. ബിസിനസ് വർദ്ധിക്കണമെങ്കിൽ ഫീൽഡിൽ ഇറങ്ങി ഈ ബിസിനസ്സിൽ ഈ പ്രോഡക്റ്റ് കൊള്ളാന്ന് പറയുന്ന കുറച്ചു പേരെ നമ്മൾ എന്ത് ചെയ്യണം? ക്രിയേറ്റ് ചെയ്യണം. ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കോൺഫിഡൻസ് കൊടുക്കാൻ ലീഡർ എന്ന രീതിയിൽ നിങ്ങൾക്ക് പറ്റണം. അത് പറ്റണമെങ്കിൽ ഫീൽഡിൽ ഇറങ്ങി 10 പേരോട് ഇത് കൊള്ളാമെന്ന് പറയാനുള്ള ആർജവം നിങ്ങൾ കാണിക്കണം. ശരിയാണല്ലേ? ആദ്യം നമ്മളിൽ ഒരു മാറ്റം ഉണ്ടാക്കണം. ഇതുവരെ ഒരു പേസ്റ്റ് എടുത്ത് വിറ്റില്ലേ, ഇന്നു മുതൽ വിൽക്കാൻ നിങ്ങൾ തയ്യാറാവണം. ശരിയാണല്ലേ? റെഡിയാണല്ലേ? അതിൽ നിങ്ങൾ ഒരു ചേഞ്ച് കൊണ്ടുവരും. രണ്ടാമത്തെ ഒരു സ്കിൽ എന്താന്ന് പറഞ്ഞാൽ റിക്രൂട്ടിംഗ് സ്കില്ലാണ്. എന്തിനാണ് റിക്രൂട്ട്മെന്റ്? ആളുകളെ അസോസിയേറ്റ് ചെയ്യിപ്പിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം? പ്ലാൻ ചെയ്യണം. ഇപ്പൊ സാറേ, ചെറിയ ആളുകൾ പറയാറുണ്ട്, സാറേ എനിക്ക് പരിചയം കുറവാണ്, എനിക്ക് ആളുകളായിട്ട് ബന്ധമില്ല. ഞാൻ പറയട്ടെ, ഞാൻ മിക്കവാറും സമയങ്ങളിൽ കോഴിക്കോട് പോലത്തെ സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുന്നത് ഭൂരിഭാഗം ഇപ്പം നമ്മൾ ട്രാഫിക് പ്രശ്നങ്ങൾ എന്ത് തന്നെ ആയാലും പോലും വളരെ രീതി ഞാൻ കൂടുതലും യാത്ര ചെയ്യാറ് ട്രെയിനിലാണ്. ട്രെയിനിൽ പോകുമ്പോൾ എന്താ ഗുണം എന്താ അറിയോ? എന്താ ഗുണം? ഒരുപാട് ഏരിയയിലുള്ള ആളുകളുണ്ട്. കാസർഗോഡ് മുതല് പയ്യന്നൂർ മുതല് മംഗലാപുരം മുതല് ട്രിവാൻഡ്രം മുതൽ എവിടെയുള്ള യാത്ര ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നത്. നമ്മൾ പ്ലാൻ ചെയ്താൽ ഒരു യാത്രയിൽ, ഒരു കോഴിക്കോട് പോകുന്ന യാത്രയിൽ 2-3 ആളുകളെ ഞാൻ പരിചയപ്പെടാറുണ്ട്. ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഇരിക്കുന്ന സീറ്റിൽ ഞാൻ ആളുകളെ പരിചയപ്പെടാറുണ്ട്. എന്തിനാണ് പരിചയപ്പെടുന്നത്? ഇപ്പൊ തന്നെ എന്തിനേറെ പറയുന്നു, കഴിഞ്ഞ ദിവസം നിങ്ങളെ ഒരു നിങ്ങളെ മോർണിംഗ് മീറ്റിൽ വന്നാണ് ഷകിൽ സാർ. കഴിഞ്ഞ 2 ദിവസം മുന്നേ ഞാൻ കണ്ടു. ഉമർ സാർ എന്നെ ഓൾറെഡി എനിക്ക് ആ വീഡിയോ അയച്ചു തന്നിട്ടുണ്ട്. ഞാൻ എന്റെ RTO മേഖലയിൽ ഓട്ടോ കൺസൾട്ടന്റ് വർക്ക് ചെയ്ത സമയത്ത് എന്റെ അടുത്ത് ബൈക്ക് രജിസ്റ്റർ ചെയ്യാൻ വന്ന വ്യക്തിയാണ് മിസ്റ്റർ ഷകിൽ. പുള്ളിയെ ഒറ്റ നോട്ടത്തിൽ കണ്ടപ്പോൾ കൊള്ളാമെന്ന് തോന്നി. പുള്ളി ഞാൻ 10 മിനിറ്റ് കൊണ്ട് പരിചയപ്പെടുകയും പുള്ളിയുടെ ഒരു അപ്പോയിന്റ്മെന്റ് എടുക്കുകയും പിറ്റേ ദിവസം പ്ലാൻ കേൾപ്പിക്കുകയും ചെയ്തപ്പോൾ ഇപ്പൊ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുള്ളി നിലവിൽ ചെയ്തുകൊണ്ടിരുന്ന ആ ഓയിൽ ഇൻഡസ്ട്രിയിൽ നിന്ന്, ആ ഒരു മാനേജർ പോസ്റ്റിൽ നിന്ന് അവിടുത്തെ ജോലി റിസൈൻ ചെയ്തുകൊണ്ട് ഫുൾ ടൈം MILHയിൽ എന്ന വ്യക്തിയായിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഒരു പരിചയമില്ലാത്ത വ്യക്തിയെ പരിചയപ്പെടാൻ ഞാൻ പറ്റിയില്ലെങ്കിൽ ആ വ്യക്തി വഴിയുള്ള ബിസിനസ് എനിക്ക് കിട്ടും? എന്തിനു നമ്മൾ മടി കാണിക്കണം? നമ്മള് സമൂഹത്തിൽ മോശപ്പെട്ട പ്രവൃത്തിയാണോ ചെയ്യുന്നത്? ഇന്ന് ഏറ്റവും കൂടി ജാമ്യം കിട്ടാതെ അറസ്റ്റ് ചെയ്യപ്പെടുന്ന എന്തെങ്കിലും കച്ചവടമാണോ നമ്മൾ ചെയ്യുന്നത്? കൃത്യമായി ടാക്സ് എഴുതി കൃത്യമായിട്ട് സർക്കാരിന് റവന്യൂ കൊടുത്തല്ലേ നമ്മൾ പ്രവർത്തിക്കുന്നത്? ഇനി നമുക്കൊരു വരുമാനം കിട്ടുന്നതിനൊക്കെ 100 കണക്കിന് 1000 ആളുകളുടെ പ്രയാസങ്ങളെ നമുക്ക് മാറ്റി കൊടുക്കാൻ കഴിയുന്നില്ലേ ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്? ശരിയാണല്ലോ? എന്തിനേറെ പറയുന്നു, അത്ഭുത കലവറകൾ എന്ന് പറയുന്ന നമ്മളെ പ്രിയപ്പെട്ട ഉമർ സാറിന്റെ ഒരു യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ ടെലഗ്രാം ചാനൽ കയറിയാൽ തന്നെ പോരെ 1000 വീഡിയോസ് കാണുന്നില്ലേ ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച്? അവരുടെ പ്രാർത്ഥന മാത്രം പോരെ നമ്മുടെ ജീവിതത്തിൽ വിജയിക്കാൻ? ശരിയാണല്ലേ? എന്തിന് നമ്മൾ മാറി നിൽക്കണം? അപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്നു, റിക്രൂട്ടിംഗ് എന്ന് പറയുന്നത് ഈ ബിസിനസിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. നിങ്ങൾ അവിടെ ഒരു പരാജയപ്പെട്ട വ്യക്തിയാണെങ്കിൽ, ഒരു കുറവുള്ള വ്യക്തിയാണെങ്കിൽ, ഏറ്റവും നന്നായിട്ട് റിക്രൂട്ട് ചെയ്യുന്ന, റിക്രൂട്ട്മെന്റിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് കൂടുതൽ ആളുകളെ അസോസിയേറ്റ് ചെയ്യുന്ന വ്യക്തിയായിട്ട് നിങ്ങൾ 1/2 മണിക്കൂർ ഇരിക്കും, 1 മണിക്കൂർ സ്പെൻഡ് ചെയ്യും. സാർ, എനിക്ക് ഈ മേഖല ഞാൻ കുറച്ച് വീക്കാണ്, എങ്ങനെയാണ് ഞാൻ ആളുകളെ അപ്രോച്ച് ചെയ്യേണ്ടത്? ആളുകളുടെ അടുത്ത് എങ്ങനെ ഞാൻ സംസാരിക്കണം? എന്റെ ലിസ്റ്റ് 25 പേര് ലിസ്റ്റാണ്, ഞാൻ എത്ര പേര് ലിസ്റ്റ് ഇടണം? ഈ ലിസ്റ്റിൽ എങ്ങനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യണം? എങ്ങനെ ഒരു ഹോം മീറ്റിംഗ് കണ്ടക്ട് ചെയ്യണം? ഈ ഹോം മീറ്റിംഗിന് എങ്ങനെ ചെയ്യുമ്പോൾ എങ്ങനെയാണ് വിളിക്കേണ്ടത്? ഇതൊക്കെ നിങ്ങൾ ചോദിക്കാൻ എന്തിനു മടി കാണിക്കണം? ഇത് ആർക്ക് വേണ്ടിയാണ്? നിങ്ങൾക്ക് വേണ്ടിയാണ്, എനിക്ക് വേണ്ടിയാണ്, മറ്റൊരാൾക്ക് വേണ്ടിയല്ല. പലപ്പോഴും പല ആളുകളും പ്രവർത്തിക്കില്ല, അങ്ങനെ അവൻ കാശുണ്ടാക്കാണ്ട്. ഈ ബിസിനസ്സിൽ 2 കാറ്റഗറി ആളുകൾ വിജയിക്കില്ല. എപ്പോഴും ഞാൻ പറയുന്ന കാര്യം, എന്നോടും ഞാൻ പറയാറുണ്ട്, കാണുന്നവരെല്ലാവരോടും ഞാൻ പറയാറുണ്ട്. 2 കാറ്റഗറി എന്ന് പറയുന്നത്, തന്റെ പ്രവർത്തനം കൊണ്ട് തന്റെ അപ്ലൈന് വരുമാനം കിട്ടുന്നു എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയോട് വിജയിക്കില്ല. രണ്ടാമത്തെ ഒരു കാറ്റഗറി, പറഞ്ഞാൽ അനുസരണ ഇല്ലാത്തവരും വിജയിക്കില്ല. 2 കാറ്റഗറി ഓർമ്മയിൽ വെച്ചോ. പച്ച തൊടില്ല.
മനസ്സിലായോ? അപ്പൊ നിങ്ങൾ അങ്ങനെയാണ് എന്ന് ഞാൻ പറഞ്ഞില്ല. ഇൻ കേസ് ആരുടെയും ഉള്ളിൽ ഇതുണ്ടെങ്കിൽ മാറ്റിവെച്ചോ, 2025 വിജയിക്കാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് സ്കില്ലാണ്, അതിന് പഠിക്കണം. മൂന്നാമത് ഓർഗനൈസിങ്. ടീമിനെ ഒന്നായി കൂട്ടിപ്പിടിച്ച് പ്രവർത്തിക്കാനും. നമ്മളിപ്പോ ഞാനും നിങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യേണ്ടത് ടീമിനിടയിൽ ഒരു സ്വീകാര്യത ഉണ്ടാക്കാൻ വേണ്ടി നല്ല ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ എന്ത് ചെയ്യണം, ഉണ്ടാക്കിയെടുക്കണം. നമ്മളെ മെന്ററായിട്ടുള്ള ബെല്ലി സാർ എപ്പോഴും പറയുന്നതാണ്, ഒരു മാലയുടെ ഭംഗി എന്ന് പറയുന്നത് ആ മുത്തുകളല്ല. സത്യത്തിൽ മുത്ത് കാണുമ്പോൾ വളരെയേറെ സന്തോഷം തോന്നും, ഡിസൈൻ കാണുമ്പോൾ നമ്മൾ ഹാപ്പി ആവുകയാണ്, എന്തൊരു ഭംഗിയാണ് മാല. പക്ഷെ ആ മാലയുടെ ഭംഗി എന്ന് പറയുന്നത് ഉള്ളിൽ കാണാത്ത ചരടിലാണെന്ന് പറയും. ശരിയാണോ? അങ്ങനെയാണെങ്കിൽ പലരുടെ ഉള്ളിൽ കാണാത്തൊരു ചരടായിട്ട് എനിക്ക് മാറാൻ കഴിയും. ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മളെ ഭാഗത്ത് നിന്ന് ഞാനോ നിങ്ങളോ ഒരു ഡിസ്ട്രിബ്യൂട്ടറോട്, ഒരു വ്യക്തിയോട് എന്തെങ്കിലും പറയാൻ പ്ലാൻ ചെയ്യുമ്പോൾ ദേഷ്യം പിടിച്ച് നിൽക്കുകയാണെങ്കിൽ, നിങ്ങൾ ഇപ്പം തന്നെ രചിത ഇവിടെ വളരെയേറെ ദേഷ്യത്തോടെ നിൽക്കുകയാണെങ്കിൽ, ഞാൻ ചേച്ചിയോട് പറയുന്നത്, ചേച്ചി മിണ്ടാതിരിക്കുക, അത്രയും സേഫ് ആയിരിക്കും. കുറച്ച് സമയത്ത് അനങ്ങാതിരിക്കുക. ചിലപ്പോൾ നിങ്ങൾ ഡിസ്ട്രിബ്യൂട്ടർ വന്നിട്ട് തർക്കിക്കും, ഷൗട്ട് ചെയ്യും, അനങ്ങാതിരിക്കുക, ഒന്ന് തണിയട്ടെ. മനസ്സിലായ? അതേ ആവേശം നിങ്ങൾ പ്രതികരിച്ചാൽ ഒരുപക്ഷെ നിങ്ങൾ നാവിൽ എന്തെങ്കിലും ഒന്ന് വീണ് പോയാൽ ആ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആവുകയും ആ വ്യക്തി നമ്മളിൽ നിന്ന് അകന്നു പോവുകയും ചെയ്യും. ശരിയാണല്ലേ? അപ്പൊ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഒരു വ്യക്തിയുടെ അടുത്ത് സംസാരിക്കുമ്പോൾ 2 വട്ടം ആലോചിക്കണം. ബെല്ലി സാർ പറയാറുണ്ട്, നിങ്ങൾ പറയുന്നത് കൊണ്ട് നിങ്ങൾക്കോ കേൾക്കുന്ന അവനോ എന്തും ഗുണമുണ്ടോ എന്ന് ആദ്യം ചിന്തിക്കണം. ശരിയാണല്ലേ? അപ്പം നമ്മൾ ഈ ബിസിനസ്സിൽ എന്ത് കാര്യം ചെയ്യുമ്പോഴും 2 വട്ടം ഒന്ന് ആലോചിക്കണം. കാരണം നിങ്ങളുടെ അസറ്റ് ആണ് നമ്മുടെ ടീം. എന്റെ അസറ്റ് ആണ് എന്റെ ടീം. ആ ടീമിനെ നഷ്ടപ്പെടുത്താൻ എളുപ്പം കഴിയും, ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് പ്രയാസമാണ്. അപ്പൊ നിങ്ങളെ വികാരങ്ങളെ, നിങ്ങളെ ആ ഒരു ഇതൊക്കെ ഒന്ന് പിടിച്ചു നിർത്താൻ നമുക്ക് പോയി കഴിയണം. 2 കൈ അടിച്ചാലേ ഒച്ച ഉണ്ടാവും, 1 കൈ അടിച്ചാൽ ഒച്ച ഉണ്ടാവും. ശരിയല്ലേ? അപ്പൊ അതവിടെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിക്കണം. കാരണം ഇത് അതിശക്തമായ, ഇതിനേറെ പറയുന്നു, അനീഷ് ബാബു എന്ന വ്യക്തി 2014 മുതൽ 2015 കഴിഞ്ഞ് മിനിമം ഒരു 6 മാസമെങ്കിലും ബെല്ലി സാറിന്റെ പിറകെ, സാറേ ഇത് വരുന്ന ബിസിനസ് ആണ്, അടിപൊളിയാണ് പറഞ്ഞു നടന്നപ്പോ ബെല്ലി സാർ 6 മാസം പിറകെ നടന്ന് ബെല്ലി സാറിനെ ഈ ബിസിനസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോ ഇന്ന് മലബാർ നമ്മളെ ഏരിയയിൽ AIG ടോട്ടൽ ഒരു 100 കോടിക്ക് മേലെ ബിസിനസ് ആയി മാറി. ശരിയല്ലേ? 6 മാസം പിറകെ നടന്ന് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഒരു ലീഡർഷിപ്പിലേക്ക് കയറ്റിയപ്പോ പിന്നീട് അങ്ങോട്ട് നടന്ന ചരിത്രമാണ്. 100 കോടിക്ക് മേലെ അവരുടെ ടേൺ ഓവർ ക്രിയേറ്റ് ചെയ്യപ്പെട്ടതാണ്. അങ്ങനെയാണെങ്കിൽ 1 man 1 ഇൻഡസ്ട്രി ആണ് ഈ ബിസിനസ്. ശരിയാണല്ലേ? ഒരു വ്യക്തി ഒരു വ്യവസായമാണ്. ആരിലും നിങ്ങൾ ഒരു ലീഡറെ കാണും, ആരും നിങ്ങൾ വേർതിരിക്കണ്ട. മാക്സിമം സപ്പോർട്ട് കൊടുക്കുക, ആവശ്യമുള്ള കയറി വന്നോളൂ. ശരിയല്ലേ? അപ്പൊ ആ രീതിയിൽ ഒരു അപ്രോച്ച് നമുക്ക് വേണം. അങ്ങനെയാണെങ്കിൽ നാലാമത്തെ ഒരു പോയിന്റ് ആണ് മോട്ടിവേറ്റിംഗ്. എന്താണ് മോട്ടിവേഷൻ? സെൽഫ് മോട്ടിവേഷൻ എപ്പോഴും ഉണ്ടാവും. ഒരു ലൂസ് ടോക്ക് ഒരു കാരണവശാലും നിങ്ങൾ ഉണ്ടാവില്ല. പണ്ട് നമ്മള് ക്രിക്കറ്റ് കാണുന്ന സമയത്ത് സച്ചിനെതിരെ ഒരു ലൂസ് ബോൾ എറിഞ്ഞിട്ട് ആ ബോൾ ഗ്യാരലിന്റെ അപ്പുറത്തിൽ ഉണ്ടാവും, അടിച്ച് പറത്തിയിട്ടുണ്ടാവും അല്ലെ? അതുപോലെ അതിന് നമ്മൾ എന്ത് ചെയ്യരുത്, നിന്ന് കൊടുക്കരുത്. പലപ്പോഴും നമുക്ക് എനർജി ലൂസായി കിടക്കുമ്പോൾ എന്തൊക്കെ ഒരു മാനസികമായ എന്തൊരു പ്രോബ്ലം ഉണ്ടാവും, ദയവായിട്ട് ആ സമയത്ത് നിങ്ങൾ ടീമിനെ കാണാതിരിക്കാൻ നല്ലത്. എപ്പോഴും നമ്മൾ എനർജി എപ്പോഴും ഹൈ ആയി നിർത്താൻ, എപ്പോഴും ഒരു ചിരിച്ച മുഖത്തോടു കൂടെ ഒരു എനർജി ലെവൽ എപ്പോഴും ഹൈ ആയി ഇരിക്കുമ്പോൾ എപ്പോഴും ഇരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ ടീമായിട്ടിരിക്കുമ്പോൾ എപ്പോഴും ഒരു ലൂസ് ടോക്കോ ഒരു എനർജി ലൂസായ പോലെ ഒരു ഡ്രസ് കോഡ് ഇല്ലാതെയോ നിങ്ങൾ എന്ത് ചെയ്യരുത്. ഈ ബിസിനസ്സിൽ നിങ്ങൾ ടീമായിട്ട് ഇരിക്കാൻ പാടില്ല എന്ന് ഞാൻ പറയും. അതേസമയം നിങ്ങൾ വീട്ടിലാണെങ്കിൽ നോ പ്രോബ്ലം. ഇപ്പൊ ഉമ്മർ സാറ് വീട്ടിൽ പോയി, ഇല്ല ബെല്ലി സാറെ വീട്ടിൽ പോകുമ്പോൾ സ്വാഭാവിക സാറ് ടീഷർട്ടും ലുങ്കിയും ഒക്കെ എടുത്തിട്ടുണ്ട്, അത് നോ പ്രോബ്ലം, അത് വീട്ടിലിരിക്കും. പക്ഷെ ബിസിനസ്സിന് വേണ്ടി നമ്മൾ ഒരു ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ വളരെ പെർഫെക്റ്റ് ആയ ഒരു വ്യക്തിയായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പോണം. നമ്മളെ പ്രവൃത്തി, നമ്മളെ വാക്കുകളൊക്കെ വളരെ മോട്ടിവേറ്റിംഗ് ആയിരിക്കണം. വെറുതെ പറച്ചിലല്ല, പ്രവൃത്തിയിലും കൂടെ കൊണ്ടുവരണം എന്നുള്ളതാണ് എനിക്ക് പറയാൻ. വെറുതെ പറഞ്ഞെങ്കിൽ പോയിട്ട് കാര്യമില്ല. പറച്ചിലൊന്ന് പ്രവൃത്തി വേറെയാണെങ്കിൽ നിങ്ങളെ ആര് അംഗീകരിക്കില്ല, നമ്മളെ ടീം അംഗീകരിക്കില്ല എന്നുള്ള ബോധം നിങ്ങൾക്ക് വേണം. ഏറ്റവും ഈസി എന്താണ്, പറയുന്നതിനേക്കാൾ ഈസി പ്രവർത്തിച്ച് കാണിക്കുമ്പോൾ അത് കോപ്പി ചെയ്യാൻ എളുപ്പമാണ്. ഇല്ലെങ്കിൽ എന്ത് പറയും, അയാളെ സാറെ അയാളെ പറച്ചിലാണ് സാറെ, ഒരു കാര്യമില്ല എന്ന് പറയും.
ആദ്യം നിങ്ങളിൽ ഒരു സ്വീകാര്യത, ഒരു ലീഡർഷിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കണം. നിങ്ങളിൽ ഒരു വിശ്വാസം, നിങ്ങളെ വിശ്വസിക്കുന്ന രീതിയിൽ പ്രവർത്തനം നമ്മൾ കൊണ്ടുപോകാൻ നമ്മൾ ശ്രമിച്ചാൽ ഒരു ശക്തമായ ടീം ഓൾറെഡി ഇന്ത്യയിൽ ക്രിയേറ്റ് ചെയ്യപ്പെടും എന്നുള്ള ഒരു തർക്കമില്ല. ക്ലിയർ അല്ലേ? ഇപ്പൊ എന്തിനാണ് പറഞ്ഞ ഉമ്മർ സാറിനെ സംബന്ധിച്ചിടത്തോളം പ്രീവിയസ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു വ്യക്തി കഴിഞ്ഞ 3 വർഷം കൊണ്ട് ഇത്രയും ഹൈലി സക്സസ് ആവാനുള്ള കാരണം ഇന്നും മോർണിംഗ് മീറ്റിൽ അദ്ദേഹം, ഇത്രയും ടീമുള്ള ഒരു വ്യക്തി മോർണിംഗ് മീറ്റിൽ ഇരിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോ ഞാൻ പറയും ഉണ്ടെന്ന് ഞാൻ പറയും. എന്നാൽ ചില ആൾ ഇരിക്കാറില്ല. പക്ഷെ മോർണിംഗ് മീറ്റിൽ എവരിഡേ ആരുണ്ട്? സാറുണ്ട്. ശരിയാണല്ലേ? അത് നിങ്ങൾക്ക് ഫോളോ ചെയ്യണം. അദ്ദേഹത്തിന്റെ നാളെ RTC NTC ഒക്കെ വന്നു കഴിഞ്ഞു എന്ന് അയാൾ വിചാരിക്കുകയാണ് ഞാൻ എന്തിനു ഇരിക്കണം. പക്ഷെ ഏർലി മോർണിംഗ് അദ്ദേഹം അവിടെ ഉണ്ട്. ഇത് നിങ്ങൾ ഫോളോ ചെയ്യണം. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതാണ്. അപ്പം എത്രയായാലും അത് നിങ്ങൾ ഫോളോ ചെയ്താൽ ഇത് കോപ്പി ചെയ്യാനും ഇത് രീതി ശീലിക്കാനും കുറെ ആൾ ഫോളോ ചെയ്യും. ശരിയല്ലേ? അപ്പൊ ആ രീതിയിലേക്ക് നമ്മൾ പ്ലാൻ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ എപ്പോഴും സെൽഫ് മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ളവരെ നിങ്ങൾക്ക് മോട്ടിവേറ്റ് ചെയ്യാൻ കഴിയൂ, പ്രചോദിപ്പിക്കാൻ കഴിയും. ഇതൊരു ശക്തമായ ബിസിനസ് ആണ്. ഇത് എനർജി വളരെ ഇമ്പോർട്ടന്റ് ആണ്. എനർജി ഇമ്പോർട്ടന്റ് ആണെങ്കിൽ ആദ്യം എനർജി കൊണ്ടുവരേണ്ടത് നിങ്ങളിലാണ്. ബോധം നിങ്ങൾക്ക് വേണം. ഏറ്റവും ലാസ്റ്റ് ആൻഡ് ഫൈനൽ കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. 2025 നിങ്ങളിൽ വേണ്ട മാറ്റം എന്ന് പറയുന്നത് 2 കാര്യത്തിൽ നിങ്ങൾ സമയം കണ്ടെത്തണം. ഒന്നെന്താ അറിയോ? ഒന്ന് അപ്ലൈനായിട്ട് സംസാരിക്കാനും 2 അസോസിയേറ്റുമായിട്ട് സംസാരിക്കാനുള്ള സമയം നിങ്ങൾ കണ്ടെത്തണം. ചില വ്യക്തികൾക്ക് അപ്ലൈനുമായിട്ട് വലിയ എന്തുണ്ടാവില്ല, റിലേഷൻഷിപ്പ് ഉണ്ടാവില്ല. അപ്ലൈൻ ചിലപ്പോ അവിടെ കാറിന്നൊക്കെ ഇറങ്ങി അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം വരുമ്പോ കണ്ടാലും കണ്ടില്ല എന്നായിരിക്കുന്ന എത്രയോ പേരെ എനിക്കറിയാം, കാണാറുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ഏറ്റവും സ്നേഹം അടുത്ത ഒരു ലവ് ലൈൻ എന്ന രീതിയിൽ നമ്മൾ ഓരോ ആളുകളും നന്ദിയുള്ളവരാവുക എന്നുള്ളതാണ് ഈ ഇൻഡസ്ട്രിയിൽ ഏറ്റവും ആദ്യം നമ്മൾ ശീലിക്കേണ്ടത്. നന്ദിയുള്ളവരാവുക. ഒരു സ്പോൺസർ ഇല്ലെങ്കിൽ നമ്മുടെ അച്ഛനോടും അമ്മയോടും നമ്മളുള്ള നന്ദി, കടപ്പാടും നമ്മൾ ആ വ്യക്തികൾ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ഭൂമിയിൽ ഉണ്ടായത്, ആണോ അല്ലേ? അതേപോലെ എന്റെ സ്പോൺസറുടെ മൈൻഡ് സെറ്റിൽ, ചിന്തയിൽ എന്റെ പേര് ആ ഒരു ലിസ്റ്റിൽ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ MI ലൈഫ്സിൽ ഉണ്ടായത്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. എന്റെ രക്ഷിതാക്കാർ കഴിഞ്ഞാൽ ഏറ്റവും വലിയ കടപ്പാട് ഇന്ന് ഈ ഭൂമിയിൽ ഉണ്ടെങ്കിൽ അത് ബെൽനി താമരശ്ശേരിയോടെയാണ്. അതൊരു നന്ദി പ്രകടനമാണ്, വെറുതെ പറഞ്ഞല്ല. നന്ദിയുള്ളവരാകുക. ഈ ഇൻഡസ്ട്രിയിൽ കോടികൾ നിങ്ങൾ ഉണ്ടായി, ₹1 നിങ്ങൾ ലീഡർക്ക് ₹1 നിങ്ങൾ കൊടുക്കണ്ട. പക്ഷെ നന്ദികേട് കാണിക്കാതിരിക്കുക, നന്ദിയുള്ളവരാകുക. അപ്പം റിലേഷൻഷിപ്പ് കമ്മ്യൂണിക്കേഷൻ എന്തൊക്കെ വേണം? ഒന്ന്, അപ്ലൈനുമായിട്ട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കുക. അപ്പൊ സ്വാഭാവികമായിട്ട് ഞാനിത് പറയുമ്പോൾ ചില ആൾ വിചാരിക്കും, സാറേ ഞാൻ എന്റെ ലീഡർ അങ്ങനെയൊക്കെ കാണിച്ചു, സോറി. 2025 നിങ്ങൾക്ക് പുതിയ തീരുമാനങ്ങൾ എടുക്കാലോ. 2025 ആദ്യം എടുക്കുന്ന തീരുമാനം എഴുതി വെച്ചോ. ഞാൻ എന്റെ ലീഡറായിട്ട് നല്ല ഒരു സൗഹൃദത്തിൽ, അവരെ ഫാമിലി ആയിട്ട് നല്ല ഒരു അറ്റാച്ച്മെന്റിൽ, സ്നേഹത്തോടു കൂടെ രാവിലെ ഏർലി മോർണിംഗ് ഒരു കോള് ചെയ്യാതെ എന്റെ പ്രവർത്തനത്തിന് ഞാൻ ഇറങ്ങില്ല. എഴുതി വെച്ചോ. ഗ്യാരണ്ടി നിങ്ങളുടെ ജീവിതം മനോഹരമായിരിക്കും. ഒരു തർക്കമില്ലാത്ത കാര്യം. കാരണം എന്താന്ന് പറഞ്ഞാൽ ഒരു അപ്ലൈനും ഒരു ലീഡറും നിങ്ങളുടെ നന്മയില്ലാതെ നിങ്ങളെ നാശം ആഗ്രഹിച്ച ചരിത്രമില്ല. ചിലപ്പോ പ്രവർത്തനങ്ങൾ കാണുമ്പോ ചിലപ്പോ നമുക്ക് തോന്നും പുള്ളി നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ല, പുള്ളിക്ക് എന്നേക്കാൾ ബീവി തരുന്ന അയാളെ ഇഷ്ടം. അങ്ങനെ ഒന്നുമില്ല. മനസ്സിലായോ? അങ്ങനെ ഒരു വകതിരിവ്, ചേരിതിരിവ് ഒരു ലീഡറും കാണിക്കില്ല. റിയൽ ലീഡേഴ്സിന്റെ കാര്യമാണ് പറയുന്നത്. കറ കളഞ്ഞ ലീഡേഴ്സിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എല്ലാരും കാര്യമല്ല. മനസ്സിലാവുന്നുണ്ടോ? ശക്തനായ ഒരു ലീഡർ, ഈ ഇൻഡസ്ട്രിയെ പറ്റി വ്യക്തമായ ധാരണ ഒരു ലീഡർ അസോസിയേറ്റിനെ വേർതിരിച്ച് കാണില്ല. എല്ലാം എന്റെ അസോസിയേറ്റ് ആണ്. പല ആളുകൾക്കും എന്തുണ്ട്, പല പല സമയങ്ങളായിരിക്കാം, പല പല ക്വാളിറ്റി ആയിരിക്കാം. പക്ഷെ ലീഡറെ സംബന്ധിച്ചിടത്തോളം ലീഡർ തീയും നിങ്ങളുടെ നന്മ മാത്രമേ ആഗ്രഹിക്കൂ. അപ്പം നല്ല ലീഡേഴ്സുമായിട്ട് നല്ല ആശയവിനിമയം നടത്തുക. പ്ലസ് അസോസിയേറ്റുമായിട്ട് എന്ത് ചെയ്യണം? അത് നിങ്ങളെ ബ്രാഞ്ച് 1 ബ്രാഞ്ച് 2 ഒന്നും ഇല്ല. രണ്ടുപേരും നിങ്ങളുടെ കൈകൾ പോലെ, നിങ്ങളുടെ ശരീരത്തിലെ ഓർഗൻസ് പോലെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ ഓർഗൻസും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് നിങ്ങളുടെ ചിന്തകളും പ്രവൃത്തികളൊക്കെ റെഡിയാകുന്ന പോലെ നമ്മുടെ ബ്രാഞ്ച് 1 2 നിങ്ങളുടെ അസറ്റാണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ടാണ്. അതുകൊണ്ട്
എന്ത് ചെയ്യണം? കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് സമയം കണ്ടെത്തേണ്ടത് അപ്ലൈനും അസോസിയേറ്റ് ആയിട്ട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, നിങ്ങളെ ടീമുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ABC കോണ്ടാക്ട് എന്ന് പറയുന്ന ട്രെയിനിങ്ങിൽ പറയുന്ന മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യും. ക്ലിയർ? ലീഡറോട് സംസാരിക്കാൻ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാൻ ഒരു മാനദണ്ഡമില്ല. എപ്പോ വേണേ വിളിച്ചോ, അയാൾ എപ്പോഴാണോ ഫോൺ ഓൺ ചെയ്യുന്ന അവർക്ക് നിങ്ങൾക്ക് വിളിക്കാം. വെറുതെ വിളിച്ച് കത്തി വെക്കാനല്ല, കാര്യങ്ങൾ എന്താണോ വേണ്ടത് അത് നിങ്ങൾ പറഞ്ഞ് സൗഹൃദ സംഭാഷണത്തിന് വിളിക്കാം, രണ്ടാമത് ആവശ്യത്തിന് വിളിക്കാം. ക്ലിയർ? അപ്പൊ എന്തായാലും ഈ 2025 എന്തായാലും ശക്തമായ തീരുമാനങ്ങൾ എടുത്ത് പോകുന്ന എല്ലാ ആളുകൾക്കും ആ തീരുമാനങ്ങളിൽ നിന്ന് വ്യതിചലിച്ചു പോകാതെ എഴുതി വെച്ച സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നവരെ മരിച്ച് പണിയെടുക്കാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും ശ്രമിക്കുക. നിങ്ങളെല്ലാവർക്കും വിജയിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ.